സ്ക്രീന് കട്ടായി. സ്ക്രീന് കാണുന്നുണ്ടോ? കാണുന്നില്ലേ? കാണുന്നുണ്ട്. ഓക്കെ. അപ്പോ ഈ ഞാൻ പറഞ്ഞ വെച്ചാൽ ഇതില് ഈ ഒരു ഓഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വോളിയം 0 ആക്കിയിടുക, അല്ലെങ്കിൽ മ്യൂട്ട് ആക്കിയിടുക. ഉണ്ടോ? മ്യൂട്ട് ഇതാക്കാനുള്ള ഒരു ഇത് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരും. എന്നിട്ട് നമുക്ക് വേറൊരു ഓഡിയോ ഇട്ട് കൊടുക്കാൻ. ഇതിന്റെ അടിയിലുള്ള ഈ ഒരു ഓഡിയോ നമുക്ക് ക്ലിക്ക് ചെയ്യാം. നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇതില് നമുക്ക് ഉള്ള ഓഡിയോസ് കുറെ കാണിക്കും, മ്യൂസിക്കുകൾ. അപ്പൊ അതില് ഏതാണോ വേണ്ടത് വെച്ചപ്പോ നമ്മൾ ജസ്റ്റ് അതൊന്ന് പ്ലേ കൊടുത്തു കഴിഞ്ഞാൽ അത് പ്ലേ ആവും. അപ്പോ അല്ലാണ്ട് ഇവിടെ നമുക്ക് ഇപ്പോ എന്താ പറയാ, സെലക്ട് ചെയ്യണ്ട. ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്നുള്ളൊരു സംഭവം സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനെ പറ്റി അതില് ഇപ്പൊ ഓരോ ഇപ്പോ പിയാനോടെ കോർപ്പറേറ്റ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ഹാപ്പി, ഇങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ട്. അതെല്ലാം ഇതിന്റെ ഏത് വേണമെന്നുണ്ടെങ്കിൽ ഇത് പ്ലേ ചെയ്ത് നോക്കും. അങ്ങനെ ഏത് വേണ്ട ജസ്റ്റ് ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ ആ സംഭവം ഇവിടെ വന്ന് കിടക്കുന്നതാണ്. ഓക്കെ. ഇതിപ്പോ നമ്മൾ സെലക്ട് ചെയ്ത ഓഡിയോ ആണ്. എന്തായാലും ജസ്റ്റ് എങ്ങോട്ടോ വേണ്ട വെച്ചാൽ അത് വേണ്ട രൂപത്തിൽ നമുക്കിത് മൂവ് ചെയ്യാം. ഇങ്ങനെ ആയിരിക്കും ഇപ്പൊ പ്ലേ ചെയ്യുമ്പോൾ വരിക. ഇവിടെ എത്തുമ്പോഴാണ് ആ ഓഡിയോ പ്ലേ ആവുന്നത്. ജസ്റ്റ് ചൂടി ഇങ്ങോട്ട് മൂവ് ചെയ്ത് കൊടുക്കുക. അപ്പൊ അതിന്റെ സ്റ്റാർട്ടിങ് മുതൽ ആ ഒരു മ്യൂസിക് വന്നുകൊണ്ടിരിക്കും. പിന്നെ ഇതിന്റെ ലാസ്റ്റ് നോക്കുക. ഇപ്പൊ ഒരു വീഡിയോക്ക് അനുസരിച്ചിട്ട് ആണോ ആ ഒരു ഓഡിയോ ഉള്ളത്. ചിലപ്പോൾ വീഡിയോ എന്താ പറയാ കൂടുതലും, അല്ലെങ്കിൽ ഓഡിയോ ചിലപ്പോൾ ഇത് ഇപ്പോൾ 5 മിനിറ്റോ 10 മിനിറ്റോ അങ്ങനെയൊക്കെ ചിലപ്പോൾ വരാം. നമുക്കിപ്പോ ഒരു വീഡിയോ ചിലപ്പോൾ 1 മിനിറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ ചിലപ്പോൾ ഓഡിയോ ചിലപ്പോൾ കൂടിയിട്ട് വരാം, കുറഞ്ഞിട്ട് വരാം, അങ്ങനെയൊക്കെയുള്ള ഇതുകളുണ്ട്. ഇതിപ്പോ കറക്റ്റ് ആക്കിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇവിടെ ആയിട്ട്. അപ്പൊ ഈ ഒരു ലാസ്റ്റും കൂടി അത് അല്ലെങ്കിൽ മൊത്തം ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. ആ ഒരു ആ വീഡിയോ നിൽക്കുമ്പോൾ തന്നെ കറക്റ്റ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? ഇങ്ങനെയാണ് ക്യാൻവയിൽ ഇപ്പോൾ ഒരു ഓഡിയോക്ക് പകരം ഇതായി കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വോയിസ് ഓവർ കൊടുക്കാൻ ഓഡിയോയില് ഓപ്ഷൻ ഇല്ല. ഈ ഓപ്ഷൻ നമ്മുടെ ഇതില് ലാപ്ടോപ്പിൽ കാണിക്കുന്നില്ലല്ലോ. സാർ ഇപ്പൊ എടുത്ത് മൊബൈലിൽ എടുത്ത ഓപ്ഷൻസ് ഉണ്ടല്ലോ. കാൻവയില് ഉണ്ട്. ക്യാൻവ എടുക്കുക. ഇപ്പോ നമ്മള് ഇപ്പൊ നിങ്ങള് തന്ന എവിടെ ഇപ്പോ ഈ ഒരു ഓഡിയോ അല്ല ഈ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്യട്ടെ. ഡൗൺലോഡ് ചെയ്തു. ഇതില് വരിക പുതിയ ഒരു പ്രൊജക്റ്റ്. സൈസ് റീൽ സൈസില്ലേ, ഇൻസ്റ്റഗ്രാം റീൽ. എന്നിട്ട് ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്ലോഡ്സ് ഈ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. സോറി, ഇതിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.
ഈ ഒരു സൈസ് കറക്റ്റ് ആക്കി വെക്കുക. ഇതിപ്പോ ഇവിടെ എന്താണ് ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ഒരു ഓഡിയോ കാണാം. നേരത്തെ ചെയ്ത് തന്നെ ഇത് മ്യൂട്ടായി കൊടുക്കുക. ഈ മ്യൂട്ടായി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഓഡിയോ പോയിരുന്നു. അതുകൊണ്ട് പോയി പറഞ്ഞു കഴിഞ്ഞാൽ അതിലുണ്ട്, അത് പ്ലേ ആവുമ്പോൾ കേൾക്കൂല. പിന്നെ നമുക്ക് ഇവിടെ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏതാണ് ഓഡിയോ വേണ്ടത് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഏതാണ് വേണ്ടത് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇതിന്റെ ഒരു ഡ്യൂറേഷൻ കൂടി കാണിക്കും. ഈ ഒരു വീഡിയോ ഒരു മിനിറ്റ് ആണ്. ഓരോ ലെങ്തിലുള്ള വീഡിയോസ് കൂടെ കാണിക്കും. അത് 3 മിനിറ്റ് 4 മിനിറ്റ് എന്നൊക്കെ ആയിട്ട് ഏതാണ് സെലക്ട് ചെയ്ത് കൊടുക്കുക. വീഡിയോ ഡൗൺലോഡ് ആയിട്ട് എന്ത് ചെയ്യും, ഇതിലേക്ക് വരും. ഇതിലേക്ക് വരുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് ഇതുവരെ ഉണ്ട് ഒരു ഓഡിയോ ഉണ്ട്, അങ്ങോട്ടൊക്കെ കിടക്കുന്നുണ്ട്. ഇതുവരെ ഉണ്ട്, അതായത് 3-4 മിനിറ്റ് 3 മിനിറ്റ് ആയിട്ട്, സോറി 4 മിനിറ്റ്. ഇതുവരെ എന്താണ് വീഡിയോന്റെ അതുവരെ ആയിട്ട് അത് സ്റ്റോപ്പ് ആവും. അപ്പൊ ഇവിടെ നമ്മൾ പ്ലേ ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് വരെ വരുള്ളൂ. ഈ ഒരു പ്ലേ ആവട്ടെ. ഫസ്റ്റത്തെ ഓഡിയോ എന്ത് ചെയ്താ ഞാൻ എങ്ങനെ ഓഡിയോ ഫസ്റ്റത്തിന് എന്താ ചെയ്ത? നമ്മൾ ആദ്യത്തെ ഓഡിയോ എന്താ ചെയ്ത സാറ്? നേരത്തെ ഞാൻ എന്താ പറഞ്ഞത്, ഇത് സെലക്ട് ചെയ്യാം. ഇവിടെ വോളിയം ഈ ഒരു സംഭവം മ്യൂട്ട് ചെയ്യാം. മനസ്സിലായോ? മൊബൈൽ ആപ്പിൽ ചെയ്ത അതേ സംഭവം തന്നെ. പക്ഷെ ഇത് ഇങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യം ഇതില്ല. ഇവിടെ ഇപ്പൊ നമുക്ക് ഈ ഒരു സംഭവം മ്യൂട്ട് ചെയ്യുക. പിന്നെ ഇവിടെ ഓഡിയോ ട്രാക്ക് കൂടെ കിടക്കുന്നുണ്ടാവും. ഇത് വീഡിയോ ഇതാണ്. ഇത് നമുക്ക് എക്സ്ട്രാ ഓഡിയോ കൊടുക്കാനുള്ള ട്രാക്ക് കൂടെ ഉണ്ടാവും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഓഡിയോ സെലക്ട് ചെയ്യാൻ വരും. ഇപ്പൊ ഓൾറെഡി ഇപ്പൊ അതിലൊരു ഓഡിയോ ഉണ്ട്, ഞാൻ ഡിലീറ്റ് ചെയ്തു. പിന്നെ ഇപ്പൊ ഇവിടെ ഓഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് കിടക്കുന്നുണ്ടാവും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ക്യാൻവയിലുള്ള ഓഡിയോസ് കൂടെ കാണിക്കും. അപ്പൊ നമുക്ക് ഏത് ടൈപ്പ് ഓഫ് മ്യൂസിക് ആണ് അല്ലെങ്കിൽ ഓഡിയോ ആണ് വേണ്ടത് വെച്ചാൽ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്നുള്ള ഒരു കാറ്റഗറി, അല്ലെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ റിലേറ്റഡ് ആയിട്ട്. ഇപ്പൊ നിങ്ങളിപ്പോ ഒരു ആളെ ഒരു ബർത്ത്ഡേന്റെ ഒരു വീഡിയോ ആണ് ഉണ്ടാക്കുക. അപ്പോൾ അവരുടെ നമ്മളെ കുട്ടികളെ ഇപ്പൊ ഒരു വർഷത്തെ അല്ലെങ്കിൽ 3 വർഷത്തെ അവരുടെ ഒരു ഗ്രോത്ത് കാണിക്കുന്ന ഒരു ജനിച്ചത് മുതൽ അതുവരെയുള്ള പല രൂപത്തിലുള്ള ഫോട്ടോസ് വെച്ചിട്ട് അല്ലെങ്കിൽ വീഡിയോസ് വെച്ചിട്ട് അങ്ങനത്തെ ഒരു ഇതാണെന്നില്ല. അപ്പൊ ആ വീഡിയോസ് എല്ലാം നമ്മളിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യും, ആ വീഡിയോക്ക് ഇപ്പൊ നമുക്ക് പിന്നെ അതും ഓഡിയോ ഉണ്ടാവും, അതിന്റെ സൗണ്ടുകൾ ഉണ്ടാവും. അപ്പോൾ ആ സൗണ്ടുകൾ എന്താണ് നമ്മളിവിടെ വന്നിട്ട് മ്യൂട്ട് ചെയ്യുന്നു. ഈ ഒരു സംഭവം ഇതായി കഴിഞ്ഞാൽ മ്യൂട്ട് ആവും. അപ്പോൾ ഇവിടെ എന്താണ് മ്യൂട്ട് ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇവിടെ കുറെ വീഡിയോസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ മ്യൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ പ്ലേ ആവുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവില്ല, ഇതേപോലെ ആയിരിക്കും. എന്നിട്ട് പിന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട്, അപ്പൊ ആ ഒരു സൗണ്ടും ഇല്ലാതെ ഒരു വീഡിയോ നമുക്ക് പ്ലേ ചെയ്യുമ്പോൾ ഒന്നും ഒരു ഇത് കിട്ടില്ലല്ലോ, ഒരു എന്റർടൈൻമെന്റും കിട്ടൂല. അപ്പൊ അതിന് പകരം നമ്മൾ വീഡിയോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് ഇവിടെ ഈ ഓഡിയോ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് എന്താണ് അതിനൊരു ഓഡിയോ ഇട്ട് കൊടുക്കുന്നു, ഒരു മ്യൂസിക് ഇട്ട് കൊടുക്കുന്നു. അത് ഏത് രൂപത്തിലുള്ള ഓഡിയോ ഇവിടെ വേണമെന്നുള്ളത് കാണിക്കും. ഇപ്പൊ മൊബൈൽ ആപ്പിലാണെങ്കിലും കാണിക്കും, സിസ്റ്റത്തിലാണെങ്കിലും കാണിക്കും. ഇപ്പൊ ഇവിടെ കോർപ്പറേറ്റ് അപ്ബീറ്റ്, ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളൊരു ഇത് ഇട്ടിട്ട് കഴിഞ്ഞാൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പൊ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്ലേ ആവും. അപ്പോ അതിന്റെ പ്രിവ്യൂ എന്നുള്ള രൂപത്തിലാണ് പ്ലേ ആവുന്നത്.
ജസ്റ്റ് ഒന്നുകൂടി നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അത് ഇങ്ങോട്ട് വരും. അതായത് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ മൂവ് ചെയ്തിട്ട് അതിന്റെ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന അത് എങ്ങോട്ടാണ്, ഏത് മുതലാണ്. ഇപ്പോൾ ഇതിപ്പോ വന്നപ്പോൾ ഇത് മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഇവിടെ അത് സേവ് കൊടുത്ത് വീഡിയോ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓഡിയോ ഇല്ലാതെ ആവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് പിടിച്ചിട്ട് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യും. ഓക്കെ, എന്നിട്ട് എന്താണ് നമുക്ക് ജസ്റ്റ് ഫുള്ള് പ്ലേ ചെയ്ത് നോക്കുക. സ്റ്റാർട്ടിങ് മുതൽ തന്നെ ഓഡിയോ ഉണ്ട്. അങ്ങനെ എന്താണ് അതിന്റെ ഏത് വരെയാണ് എന്നുള്ളത് കാണിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ 1 മിനിറ്റ് ആണുള്ളത്. അപ്പോൾ അതുവരെ ആ ഓഡിയോ നിൽക്കുന്നുണ്ട്. അതല്ല ഈ ഓഡിയോ കുറച്ചും കൂടി ലെങ്ത് ഉണ്ട്, ഇവിടെ കാണുന്നുണ്ടാവും. അപ്പോ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതിപ്പോ ഇതിന്റെ പ്ലേ ചെയ്ത് നോക്കുമ്പോൾ അവിടെ എത്തിയപ്പോൾ അവിടെ സ്റ്റോപ്പായി. ഇനി ഇതെന്ത് ചെയ്യാം, ഇതിപ്പോ കറക്റ്റ് ആണ്. വീഡിയോക്ക് അനുസരിച്ചിട്ടാണ് ഓഡിയോ ഉള്ളത്. അപ്പോ ഇത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് ഈ ഒരു അഡ്ജസ്റ്റ് എന്നുള്ളത് ഇതായിട്ട് വരുന്നത്. അഡ്ജസ്റ്റ് ചെയ്യാനൊന്നുമില്ല, കറക്റ്റ് ആണ്. പിന്നെ എന്താണ് ഇവിടെ പെയ്ഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, പല വീഡിയോസ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഓഡിയോസ് നമുക്ക് തുടങ്ങുന്ന സമയത്ത് ഒരു സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ ഇതായിട്ട്, അല്ലെങ്കിൽ എൻഡ് ചെയ്യുന്ന സമയത്തും ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് ഇതായിരിക്കും. അപ്പോൾ ആ ഒരു സ്മൂത്ത്നെസ് വരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഓപ്ഷൻ കാണാം, ഫെയ്ഡ് എന്നുള്ളത്. അപ്പൊ ആ ഫെയ്ഡ് കൊടുക്കുക. ആ ഫെയ്ഡ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഇത് കൂട്ടാനും കുറക്കാനും. അപ്പോൾ ഫെയ്ഡ് ഇന്നും ഉണ്ട്, ഫെയ്ഡ് ഔട്ടും ഉണ്ട്. അപ്പൊ ഫെയ്ഡ് ഔട്ട് കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ്, ഇപ്പൊ ഇവിടെ കുറച്ച് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു മഞ്ഞ കളർ ഇങ്ങനെ ഇതാവുന്നത് കാണാൻ പറ്റും. ഈ ലാസ്റ്റില് ഇവിടെ ഇത് ഇങ്ങനെ ഇതാവുന്നത്. അപ്പോൾ ഒരു സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ നമുക്ക് എത്ര സെക്കൻഡ് എന്നുള്ളത് കൊടുക്കാൻ പറ്റും. 5 സെക്കൻഡ് വരെ അല്ലെങ്കിൽ ഇതായിട്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇപ്പൊ 5 സെക്കൻഡ് കൊടുത്തു. അപ്പോൾ എന്താണ് ഇതുവരെ വന്നിട്ടുണ്ട്, ലാസ്റ്റത്തെ 5 സെക്കൻഡ്. ഞാൻ ജസ്റ്റ് ഇവിടുന്ന് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു. നല്ല ഹൈയിലാണ്. കണ്ടോ, ഇങ്ങനെ കുറഞ്ഞു ഇങ്ങനെ ആ ഒരു വീഡിയോ എൻഡ് ആവുന്നത് തന്നെ. പല ഇതുകൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റുമല്ലോ. അത് ഫെയ്ഡ് ഔട്ട്. ഇനിയിപ്പോൾ ഇവിടെ ഫെയ്ഡ് ഇന്ന് വേണമെന്നുണ്ടെങ്കിൽ എന്താണ് ഈ ഒരു ഫെയ്ഡ് ഇന്നിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫെയ്ഡ് എന്നുള്ളത് കാണും. അപ്പോൾ ഫെയ്ഡ് ഇന്ന് കൊടുത്തു കഴിഞ്ഞാലും ഇതേപോലെ ആവും. അപ്പോൾ നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. ഫെയ്ഡ് ഇന്ന് കൊടുത്തു 5 സെക്കൻഡ്. ഞാൻ അല്ല ഇതിന് കൂടുതൽ വേണമെങ്കിൽ കുറവ് വേണമെങ്കിൽ കൊടുക്കും. ഇവിടെ വരിക, അത് പ്ലേ ചെയ്ത് നോക്കുക. അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കൂടി അത് എല്ലാത്തിലും ഇപ്പൊ ഞാൻ മുന്നേ പറഞ്ഞ ഇൻഷോട്ടിലും ക്യാപ്കട്ടിലും എല്ലാം ഉള്ള സംഭവമാണ്. നമുക്ക് അതിന്റെ ഒരു ഇന്റൻസിറ്റി കൂട്ടാനും കുറക്കാനൊക്കെ. അപ്പൊ അത്രയാണ്. എന്നിട്ട് ഇതെല്ലാം ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഷെയർ കൊടുക്കാം. ഷെയർ ചെയ്തിട്ട് അതിൽ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇത്രയും ഇപ്പൊ ഇതില് വരുന്നൊരു സംഗതിയേ ഉള്ളൂ. അല്ലാതെ ഇപ്പൊ നമുക്ക് വേറെ എന്താ പറയാ വോയിസ് ഓവർ കൊടുക്കാന് ഇതില് ഓപ്ഷൻ ഇല്ല, അഡ്ജസ്റ്റ് ഉള്ളൂ ഇതായിട്ട്. പിന്നെ വോയിസ് ഓവർ കൊടുക്കാറിനപ്പോ നമ്മള് വേറെ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ ഇവിടെ കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്തിട്ട് പിന്നെ എന്ത് വേണം, ഇവിടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്ത പോലെ കൊടുക്കാം. പക്ഷെ അത് ഭയങ്കര ഇതാണ്. അതിൽ നല്ല മാർഗമാണ് ഞാൻ മറ്റേ ആപ്പ് ഉപയോഗിച്ചിട്ട് ഇൻഷോട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ആപ്പോ ഉപയോഗിച്ചിട്ട് ചെയ്യാന്ന് പറഞ്ഞത്. അപ്പൊ എന്താണ്, നമുക്ക് സിമ്പിളായിട്ട് ആ ഒരു വീഡിയോ പ്ലേ ആവുന്നതിന്റെ ഒപ്പം തന്നെ നമുക്ക് ഇങ്ങനെ പറഞ്ഞു പോയാൽ മതി. ഇതിപ്പോ ഒരു മ്യൂസിക് ആയ കാരണം ഇതിൽ ചെയ്യാൻ സിമ്പിളാണ്. ഇതുപോലെ സിമ്പിളാണ് മറ്റേ ആപ്പിലും. ഇതിപ്പോ നമുക്ക് സേവ് ചെയ്ത് നോക്കാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡൗൺലോഡ് വരും. അപ്പൊ ഏത് ക്വാളിറ്റിയിലാണ് അത് വേണ്ടത് എന്നിങ്ങനെ കാണിക്കും. HD ക്വാളിറ്റിയിൽ, UHD ക്വാളിറ്റിയിൽ, അല്ല സാധാ സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയിൽ അതായിരിക്കും. അപ്പൊ ഇവിടെ MP4 ആണ് സെലക്ട് ആയി കിടക്കുക, കാരണം ഇതൊരു വീഡിയോ ആയ കാരണം. ഡൗൺലോഡ് കൊടുക്കുക, ഒരു വീഡിയോ ഡൗൺലോഡ് ആവും. അതിൻ്റെ ഒരു സ്റ്റാറ്റസ് കാണിച്ചുകൊണ്ടിരിക്കും.
അപ്പോൾ ഇതാണ് ക്യാൻവയിൽ ചെയ്യാനുള്ള മുന്നത്തെ ഇപ്പൊ നിങ്ങൾക്ക് അറിയില്ല എന്ന് അല്ലെങ്കിൽ അത് ഇതായില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. ഇതൊരു സംഭവം തന്നെ ഞാൻ പിന്നെ എന്താ പറയാ ഇതിവിടെ പ്ലേ ആവട്ടെ, അല്ല സോറി, ഇതിവിടെ ഇതാവട്ടെ. ഇൻഷോട്ടിൽ ഞാൻ കാണിച്ചു, ഇൻഷോട്ട് എടുത്തു. ഓക്കെ, ഇൻഷോട്ട് എടുത്തിട്ട് പിന്നെ എന്താണ് ഇൻഷോട്ട് എടുത്തിട്ട് ഇപ്പൊ നിങ്ങൾ ഈ ഒരു സംഭവം ഫിനിഷ് ആവട്ടെ. അത് ഇപ്പൊ നമ്മൾ ചെയ്ത വീഡിയോ സേവ് ആയി ഡൗൺലോഡ്സിൽ കാണാം. അപ്പൊ അതാണ് നമ്മൾ ചെയ്ത വീഡിയോ ഉണ്ടാവും. ആ ഒരു ഇതിലങ്ങ് ഈ ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ അവർ തന്ന വീഡിയോ ആണ്, അവരുടെ ആ ഒരു ഇൻസ്റ്റഗ്രാം പിന്നെ യൂസർ നെയിം ഇവിടെ ഉണ്ട്, പിന്നെ അവരുടെ എന്തോ ഒരു ലോഗോ ഉണ്ട്. പക്ഷെ ആ ഒരു ഇത് അവർ തരുന്ന വീഡിയോക്ക് അങ്ങനെ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമുക്കായ രൂപത്തിൽ നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു ബ്രാൻഡ് അതിലൂടെ കൊടുക്കാൻ പറ്റും. മറ്റേ ഇപ്പൊ ഇവിടെ നമ്മൾ ലോഗോ കൊണ്ടുപോയിട്ട് വെച്ചു കൊടുക്കേണ്ടി വരും. അതൊരു വൃത്തികേടായിട്ടൊരു സംഭവം. നമ്മൾ ചെയ്യുമ്പോൾ എന്താണ് അത്യാവശ്യം നല്ല രൂപത്തിൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്കുണ്ട്. നമുക്ക് ആ ഒരു എളുപ്പപ്പണി എന്നുള്ള രൂപത്തിൽ നമ്മൾ ഈ ഒരു സംഭവം ഇപ്പൊ കാർ അജു കാർ അഡ്ഡെ എന്താ പറഞ്ഞിട്ടൊരു ഇതായിട്ടാണല്ലോ കാണുന്നത്. അവരുടെ ഒരു ഇത് വെച്ചിട്ട് ചെയ്തിരിക്കുകയാണ്, അവരുടെ ഒരു ലോഗോ, അവരുടെ ഒരു ഇതൊക്കെ ആയിട്ട്. ഇത് ശരിക്ക് നിങ്ങൾക്ക് മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ ഇത് വേറെ കോപ്പി അടിച്ചിരിക്കുക എന്നുള്ളൊരു ഇതായിട്ട് വരും. അപ്പൊ അവരുടെ ഒരു ബ്രാൻഡിങ് ആയിട്ടാണ് അത് പോണത്. പക്ഷെ നമുക്ക് എന്ത് വേണം, ഇവിടെയൊക്കെ ഈ ഒരു ഇൻസ്റ്റഗ്രാം ID കാര്യങ്ങളെല്ലാം വന്നിട്ട് നമുക്ക് നമ്മുടേത് വരുന്നു. അതിനാണ് നമ്മൾ ഇത്രയും എഫേർട്ട് ഇട്ടിട്ട് ഇതാവുന്നത്. അപ്പൊ നിങ്ങൾ ഷൂട്ട് ചെയ്യുക, വീഡിയോ എടുക്കുക, അതിൽ നമ്മൾ ഈ സംഭവങ്ങൾ ഇട്ട് കൊടുക്കുക. നമ്മുടേതായിട്ടുള്ളൊരു ഐഡന്റിറ്റി അവിടെ വേണം. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. ഇതിനാണ് ഞാൻ ഇത്രയും ഇതാക്കുന്നത്. എന്നിട്ട് അത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലിട്ട് വേറുള്ളവർ നമ്മൾ കോപ്പി അടിച്ചിട്ട് ഇതിപ്പോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങളുടെ അടുത്ത് ഉണ്ടാവാം, ഇത് ജസ്റ്റ് ഒന്ന് എന്താണ് ഇതേപോലെ വീഡിയോ എടുത്താൽ മതി. ഇപ്പൊ അതല്ല, നിങ്ങൾക്ക് അവരോട് പറയാം ഈ ഒരു സംഭവം ഇല്ലാതെ നമുക്ക് വേണം, ഇതിപ്പോ അവരാണ് സപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ അവരാണ് ഈ ഒരു സംഭവം മാനുഫാക്ചർ ചെയ്യുന്നത്, അവരോട് പറയാം ഈ ഒരു ലോഗോ കാര്യങ്ങളില്ലാതെ വേണമെന്ന് പറയാം. അങ്ങനെ ചില കമ്പനികൾ ചെയ്യാറുണ്ട്. അതായത് ഈ ഒരു ഇതേപോലെ തന്നെ സംഭവം എല്ലാവരും ഷൂട്ട് ചെയ്തിട്ട് ഇത് കൊടുക്കും. പിന്നെ ഓരോ കമ്പനികൾക്ക് ഓരോ ലോഗോ കൊടുക്കാനുള്ള ഓപ്ഷൻ. ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഇപ്പൊ കുറച്ചു മുന്നേ ഞാനൊരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു സ്ഥാപനം കൊച്ചിയിലുള്ള അവർ ഫ്രാഞ്ചൈസി കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. എന്താ അതിന്റെ പേര് ഗ്രീൻ ആൻഡ് അല്ല ഗ്രീൻ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു പേര്. അപ്പൊ അവര് എന്ന് വെച്ചാൽ അവർക്ക് കുറെ ഫ്രാഞ്ചൈസികളുണ്ട്. അവർ ഈ കുട്ടികളെ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ ശരിയാക്കുന്ന ഇതാണ്. എന്നിട്ട് അവർ ഓരോ ദിവസത്തെ കണ്ടന്റുകൾ ഉണ്ടാവും. അത് അവിടെ ഇരുന്നിട്ട് ഷൂട്ട് ചെയ്യുക. അപ്പൊ ഓരോ രാജ്യത്ത് പോണതിന്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, പിന്നെ ഓരോ സബ്ജക്റ്റുകൾ, അത് ഓരോ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ എന്തൊക്കെ കോഴ്സുകൾ പഠിക്കാനാണ് അവിടെ നല്ലത്, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട്. അപ്പൊ അത് ഈ ഒരു ലോഗോയും ഇല്ലാതെ അല്ലെങ്കിൽ ഇപ്പൊ അവരുടെ ഒരു മെയിൻ ഇത് എന്നുള്ള രൂപത്തിൽ അവിടെ കൊടുക്കും. പിന്നെ അത് കിട്ടുന്നവർക്ക് എന്ത് ചെയ്യാം, അവരുടെ ലോഗോ അല്ലെങ്കിൽ അവരുടെ ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്രാഞ്ചൈസി ആകുമ്പോൾ പിന്നെ തീർച്ചയായിട്ടും അവരുടെ ലോഗോ വെക്കണം. പക്ഷെ ഇതൊരു ഫ്രാഞ്ചൈസി മോഡൽ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതില്ലാതെ ചെയ്യാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സംഭവം. മറ്റേത് അവരുടെയും കൂടി നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഇതായിട്ടാണ്. ഈ ഒരു കസ്റ്റമർക്ക് കിട്ടുമ്പോൾ ഇപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങളിപ്പോ ഒരു 500 രൂപക്കാണ് വിൽക്കുന്നത്. ഇപ്പോ ഇവരാ നിങ്ങൾക്ക് സപ്ലൈ ചെയ്യുന്നത് ഈ കാർ എന്താണ് കാർ.അഡ്ഡ, ഇവരെ കുറച്ച് ഇതുള്ളവർ എന്ത് ചെയ്യും, ഈ ഒരു ഇൻസ്റ്റഗ്രാം ഇതിൽ തപ്പും. എന്നിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് എടുക്കും. അപ്പൊ എന്താണ് അവർ ചിലപ്പോൾ വേണമെങ്കിൽ അത് 250-നേക്കാളും കൊടുക്കുന്നുണ്ടാവുക. നിങ്ങളെ പ്രൈസ് പ്രോഫിറ്റ് ഇട്ടിട്ട് നിങ്ങൾ 500-ന് കൊടുക്കുമ്പോൾ അവിടെ എന്തായി, നിങ്ങൾ ഉള്ള എഫേർട്ട് എടുത്തു, അവർക്കത് പിന്നെ ബെനിഫിറ്റ് കിട്ടും ചെയ്തു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇത് വരുന്നുണ്ട്. നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു ബ്രാൻഡിങ്ങിൽ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ലോഗോ, നമ്മുടെ കാര്യങ്ങളൊക്കെ കൊടുക്കും. ഇതിന്റെ മുകളിൽ
ഇതിന്റെ മുകളിൽ ഇപ്പൊ ഇവിടെ നമ്മളെ ലോഗോ കൊണ്ടുവച്ചിരുന്നത് ഒരു വൃത്തികേടായിരിക്കും. ഇനീഷ്യലി നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, പക്ഷെ അത് ഒരു 10 വീഡിയോ ചെയ്യുമ്പോഴത്തേനും അത് സ്മൂത്ത് ആവും. ഇതുപോലെ ഒരു വീഡിയോ എടുക്കണമെന്ന് മാത്രമല്ല, ഇപ്പൊ നമുക്ക് ഈ വീഡിയോ എടുക്കേണ്ട ഐഡിയ കിട്ടില്ല, അതുപോലെ തന്നെ എല്ലാവരും ചെയ്യുന്നുള്ള എന്താണ് ആ ഒരു മറ്റേ ഗ്ലാസിന്റെ സ്റ്റെയിൻ റിമൂവ് ആണ്. അപ്പൊ അവരെന്താണ് ആ ഒരു മൊബൈൽ അടിച്ചിട്ട് ഉള്ളിൽ നിന്ന് മൊബൈൽ അടിച്ചിട്ട് ആ സ്റ്റെയിൻ നമുക്ക് കാണിച്ചു തരികയാണ്. ഇത്രയും സ്റ്റെയിൻ ഗ്ലാസ്സിലുണ്ട്. സെയിം രൂപത്തിൽ നമ്മളും ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ വേണമെങ്കിൽ ഒരു ബോട്ടിൽ പൊട്ടിച്ചിട്ട് അല്ലെങ്കിൽ ഇതുപോലെ ഒരു സാമ്പിൾ എന്ന രൂപത്തിൽ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ അവിടെ ഏറ്റവും ബെസ്റ്റ് കാര്യം എന്താ, അതാ ഒരു സംഭവം നമ്മൾ പോകണം നോക്കിക്കൊണ്ട് കാര്യമില്ല. നമ്മുടെ ബ്രാൻഡിങ് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും, നമ്മുടെ ഒരു ഐഡന്റിറ്റി എങ്ങനെ അവിടെ കൊടുക്കാൻ പറ്റും എന്നുള്ളത് നോക്കുക. ഇപ്പൊ നമ്മളൊരു ഒരു എന്താണ് പ്രൊഡക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കേട്ടോ, അല്ല ഇതുപോലെ ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ പോളിസികൾ ഉണ്ടാവും. അപ്പോൾ കമ്പനി അവരുടെ ഒരു സംഭവം കാണിക്കണം എന്നുള്ളത്, ചിലപ്പോൾ നിങ്ങളിപ്പോൾ ഡിസ്ട്രിബ്യൂട്ടർ എന്നുള്ള ഇതായിട്ടല്ലേ ഉള്ളത്. അപ്പോ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൗങ്ങിൻ തൈകളും ഉണ്ട് കേട്ടോ, പ്രശ്നമല്ല. ഇനി ഈ ഒരു സംഭവം സെയിം സാധനം ഇപ്പോ എന്താണ് ഇൻഷോട്ടിൽ ചെയ്ത് ഇത് കാണിച്ചത്. അപ്പോ നിങ്ങൾ അയച്ചെന്ന വീഡിയോ എന്താണ് സേവ് ചെയ്തു, ഇൻഷോട്ടിൽ ഓപ്പൺ ചെയ്യാം, വീഡിയോ ന്യൂ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ആയി, വീഡിയോ എടുക്കുന്നുണ്ട്. ഓക്കെ, പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തന്ന ഒരു അവർ തന്ന ഒരു ഓഡിയോ തന്നെയാണ്. ഇതില് നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് ഇവിടെ ഓഡിയോ എന്നുള്ള ഈ ഒരു സംഭവം കാണാം. ഈ ഒരു സംഭവം ഈ ഓഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. സോറി, അതിന്റെ മുമ്പ് ഇവിടെ കാണുന്ന എന്താണ് ഒരു വോളിയത്തിന്റെ ഒരു ഐക്കൺ ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇത് മ്യൂട്ട് ചെയ്യാം, ഈ ഒരു സൗണ്ട് മ്യൂട്ട് ചെയ്യാം. എന്നിട്ട് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്തുണ്ടാവില്ല, ഓഡിയോ ഉണ്ടാവും, ഇതാവില്ല. അപ്പൊ ആ ഒരു ഓഡിയോ ഇതായി. നേരത്തെ നമ്മൾ ക്യാൻവ ചെയ്ത പോലെ തന്നെ. പിന്നെ ഇതിന് നമുക്ക് സെപ്പറേറ്റ് ഓഡിയോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ഓഡിയോയിൽ വരിക. ആ ഓഡിയോയിൽ വരുമ്പോൾ നമുക്ക് പിന്നെ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് മ്യൂസിക്, ഇതിലുള്ള മ്യൂസിക്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഇപ്പോൾ ഫോണിൽ എന്തെങ്കിലും മ്യൂസിക് കിടക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവം, അതാണ് മൈ മ്യൂസിക് എന്ന് വരുന്നത്. ഫീച്ചേർഡിൽ പിന്നെ നമുക്ക് അവർ തരുന്ന കുറെ മ്യൂസിക്കുകൾ, അപ്പോൾ ഇതിന്ന് ഏത് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഉണ്ടോ റിലാക്സ്, ഇങ്ങനത്തെ കുറെ കാറ്റഗറീസ് ഉണ്ട്. ഈ ഒരു കാറ്റഗറി ഇവിടെ ഹമ്മിങ്, ബേർഡ് എക്സ്പ്രസ്, ഇത് പ്ലേ ആ ഒരു സംഭവമായിട്ട് വരും. ഇവിടെ ഓരോ കാറ്റഗറി റിപ്രോ, അങ്ങനെ ഇതായിട്ടുള്ളതുണ്ട്. ഒന്നും ഇമ്പോർട്ട് ചെയ്യാത്ത കാരണം ഇതിൽ മലയാളം അതൊന്നുമില്ല. ഹിന്ദി വല്ല മ്യൂസിക്കും ഉണ്ടോ നോക്കട്ടെ. ഹിന്ദിയുമില്ല. അപ്പോൾ ഇതിലുള്ള ഏതെങ്കിലും ഒരു സപ്പോസ് തൽക്കാലം ഇസ്കോൺ, ഈ ഒരു ഇതിലുള്ളൊരു മ്യൂസിക്, അപ്പോൾ അത് പ്ലേ ചെയ്ത് നോക്കുക. പിന്നെ ഇവിടെ ഒരു റെഡ് ഐക്കൺ കാണാം, അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡൗൺലോഡ് ആവും. ഡൗൺലോഡ് ആയിട്ട് യൂസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇവിടെ വരും. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു വീഡിയോക്കൊപ്പം ഈ ഒരു ഓഡിയോ ഇവിടെ വന്നു കണ്ടോ. അപ്പോൾ വീഡിയോ ഇത്ര ഉള്ളൂ, അതായത് അടിയിൽ കാണുന്ന ഇത്ര ഉള്ളൂ. ഓഡിയോ കുറച്ചധികം ഉണ്ട്, 3 മിനിറ്റ് അത്രയൊക്കെ ഉണ്ട്. അപ്പോൾ ഓഡിയോ ഇതായിട്ട് കിടക്കുന്നുണ്ടാവും. ഇനിയിപ്പോൾ ഇതൊരു സംഭവം ഇതായി കഴിഞ്ഞാൽ ഫുള്ള് വീഡിയോ കഴിഞ്ഞാൽ ഓഡിയോ പ്ലേ ഇതുണ്ടാവും. അല്ല, ഇത്ര തന്നെ വരുന്നു. വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്യാം. എന്നിട്ട് അത് അപ്പോൾ കട്ടായി. അപ്പോൾ ഈ ഒരു ഓഡിയോ നമുക്ക് വന്നിട്ട് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ഫുള്ള് രണ്ടും ഒരേ ഇതിലായി.
ഇത്ര ഇതേ ഉള്ളൂ. ഇനി അതല്ല, ഈ ഒരു ഓഡിയോ അല്ല കൊടുക്കുന്നത്. അപ്പോൾ ഇതും ഡിലീറ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണ് കുറച്ചുകൂടി ഒരു പേഴ്സണൽ ടച്ച് വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്കൊരു പിന്നെ എന്താ പറയാ, വോയിസ് ഓവർ കൊടുക്കുക. അപ്പോൾ ഈ റെക്കോർഡ് എടുക്കുക, റെക്കോർഡ് പ്രസ് ചെയ്യുക. റെക്കോർഡ് പ്രസ് ചെയ്തിട്ട് ഈ ഒരു റെഡ് ബട്ടൺ ഉള്ളത്, അതായത് സാധാ നമ്മൾ റെക്കോർഡ് ബട്ടൺ, അത് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ സംസാരിക്കുന്ന സംഭവമായിട്ട് സംസാരിക്കും. ഹലോ മച്ചന്മാരെ, നമ്മള് ഗ്ലാസിന്റെ സ്റ്റെയിൻ റിമൂവർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഒരു ഗ്ലാസ്സിലുള്ള ഒരു സ്റ്റെയിന് റിമൂവ് ചെയ്യുന്നത് കാര്യങ്ങളെല്ലാം ആയിട്ട്. നമ്മള് ഗ്ലാസ്സിൽ എത്രത്തോളം സ്റ്റെയിൻ ഉണ്ട് എന്ന് ഞാനൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ഒന്നുമില്ല, ഇതുപോലെ ഈ ഒരു സംഭവം നമ്മൾ അപ്ലൈ ചെയ്യാം. എന്നിട്ട് നമ്മുടെ പിന്നെ എന്താ പറയാ, ഈ ഒരു സംഭവത്തിന് ഇത് വെച്ചിട്ട് തുടക്കുക. അല്ല, അപ്പൊ അങ്ങനെ ഇത് കൊടുക്കുക. ഇതാ കണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടോ ഒരു സ്റ്റെയിൻ? അപ്പൊ ചെയ്ത സ്ഥലത്തും ചെയ്യാത്ത സ്ഥലത്തുമായിട്ടുള്ള എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഇങ്ങനെയാണ് ഈ ഒരു സ്റ്റെയിന് റിമൂവ് ചെയ്യുന്നത്. എത്രയധികം വ്യത്യാസം വരുന്നുണ്ട്, എത്രത്തോളം ക്ലീൻ ആണത്. അപ്പോൾ ഓർഡർ ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ ആവശ്യമാണെങ്കിൽ കണക്ട് ചെയ്യുക, ഓർഡർ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രൂപത്തിലുള്ള. അപ്പം ആ ഒരു ഓഡിയോ എന്തായി, നമ്മുടെ വീഡിയോ നിന്നപ്പോൾ ആ റെക്കോർഡിങ് നിന്നു. ഓക്കെ, എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്യാം. ഇനി അത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഓഡിയോ ആയിരിക്കും, ഞാൻ പറഞ്ഞതായിരിക്കും സംസാരിക്കും. ഹലോ മച്ചന്മാരെ, നമ്മൾ ഗ്ലാസിന്റെ സ്റ്റെയിൻ റിമൂവർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഒരു ഗ്ലാസ്സിലുള്ള ഒരു സ്റ്റെയിന് റിമൂവ് ചെയ്യുന്നത് കാര്യങ്ങളെല്ലാം. കേൾക്കുന്നുണ്ടോ? ഞാൻ ഇപ്പൊ റെക്കോർഡ് ചെയ്തത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് ചാറ്റിൽ ഒന്നിട്ടെ. മനസ്സിലായല്ലോ? സിമ്പിളായിട്ട് ചെയ്യാന് ഇത്രേ ഉള്ളൂ പണിയൊക്കെ. നമ്മള് ക്ലാസ്സിൽ എത്ര, ഇതിന്റെ ഒപ്പം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഓഡിയോ, ഇനിയിപ്പോ സപ്പോസ് അപ്പൊ നമ്പർ കണക്ട് ചെയ്യാന്ന് കൂടി പറഞ്ഞു. അപ്പോൾ എന്താണ്, ആ ഒരു നമ്പർ കൂടി കൊടുക്കുന്നു. അപ്പോൾ സിമ്പിൾ. ഇവിടെ കണ്ടോ, അപ്പൊ ഓഡിയോ എന്നുള്ളവർക്ക് സ്റ്റിക്കർ, ഈ ടെക്സ്റ്റിന്റെ ഒരു ഇത് കിടക്കുന്നുണ്ടോ, ആ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ആ ടെക്സ്റ്റ് എന്നുള്ള ഒരു ഇത് കണ്ടോ, അതിൽ വരിക. അതിൽ വന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇപ്പൊ നമ്മളെ നമ്പർ കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇപ്പോൾ ഒരു ഇതായിട്ട് നമ്പർ കൊടുക്കുക, 98 46 100 100. ഒരു എക്സാമ്പിൾ കൊടുക്കണേ, മറ്റേ പോലീസിന്റെ നമ്പറൊക്കെ തന്നെ. അപ്പോൾ അതിവിടെ വെച്ചു കൊടുത്തു. ഓക്കെ, ഇനിയിപ്പോൾ അതിൻ്റെ ഒരു ഫോണ്ട് കാര്യങ്ങളൊക്കെ മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ട്. അതിൻ്റെ ഒരു സ്റ്റൈലൊക്കെ മാറ്റണം എന്നുണ്ടെങ്കിൽ ഇതുണ്ട്, സൈസ് കൂട്ടാനും കുറക്കാനും ഒക്കെ ആയിട്ട്. ഓക്കെ, അതുപോലെ അതിൻ്റെ പിന്നെ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ സ്പേസിങ് എന്നാണ് പറയാം. ക്യാരക്ടർ സ്പേസിങ് കൂട്ടണം കുറക്കണമൊക്കെ, ബോൾഡ് ആക്കണം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇറ്റാലിക് ആക്കണം ഉണ്ടെങ്കിൽ ഒക്കെ സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് സെറ്റപ്പായി. പിന്നെ ഇവിടെ വരിക, ഇപ്പൊ ഇവിടെ കണ്ടോ ഈ ഒരു ഇത് കാണിച്ചു തരാം, ഇതിന്റെ ഒരു മൂവ് ചെയ്തിട്ട്. അപ്പോൾ ഇത് വരുള്ളൂ ആ ഒരു ടെക്സ്റ്റ് വരുള്ളൂ. അന്ന് അത്ര ഉള്ളൂ ആ ഒരു ടെക്സ്റ്റിന്റെ ഡ്യൂറേഷൻ. പക്ഷെ വീഡിയോ ഇത്ര ഉണ്ട്, 59 അതായത് 1 മിനിറ്റോളം ഉണ്ട്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും, 3 സെക്കൻഡ് ആകുമ്പോഴത്തേന് ആ ഒരു ടെക്സ്റ്റ് അവിടുന്ന് പോകും, പിന്നല്ല. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ഈ ഒരു ഉണ്ടോ, നമുക്ക് ഡ്രാഗ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, ആ ഒരു അതുമ പ്രസ് ചെയ്യാം, ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. അപ്പൊ അത് എൻഡ് വരെ വരും, അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ പോകും. നമുക്ക് എവിടെയാണോ വേണ്ടത് അതുവരെ കൊണ്ടുപോയി കൊടുക്കും. സിമ്പിൾ. അപ്പൊ എന്താണ്, ഒരു വീഡിയോ ഇതുകൊണ്ട് ഇപ്പൊ നമുക്ക് നമ്മുടെ ഒരു സൗണ്ടും കൊടുക്കാൻ പറ്റി, നമുക്ക് അവർ കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൊടുക്കാൻ പറ്റി. ഇതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ എന്ത് പ്രൊഡക്ട്സ് ആണെങ്കിലും നിങ്ങൾക്ക് ക്യാമറയുടെ മുന്നിൽ വരാൻ വയ്യ അല്ലെങ്കിൽ മടിയാണ്, ആദ്യം നിങ്ങൾ ഇങ്ങനെ ചെയ്തു തുടങ്ങും. പ്രൊഡക്റ്റ് എടുക്കുക,
വീഡിയോ എടുക്കുക, എഡിറ്റ് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക. പിന്നെ ഗ്രാജുവലി നിങ്ങൾ ക്യാമറയുടെ മുന്നിൽ വന്നാലും മതി. പക്ഷെ ഒരിക്കലും തീരെ ചെയ്യാതിരിക്കരുത്. ഇപ്പൊ ഇവിടെ ഇപ്പൊ ഈ ഒരു ലോഗോ, ഇപ്പൊ നിങ്ങൾക്ക് ലോഗോ കൊടുക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഇതിൽ വാട്ടർ മാർക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ, സപ്പോസ് നിങ്ങൾക്ക് ലോഗോ ചെയ്തിട്ടില്ല, അപ്പൊ എന്ത് ചെയ്യാം, ഇതേപോലെ ഒരു ടെക്സ്റ്റ്, ഇപ്പോ സപ്പോസ് ജുബൈബ ഒരു സ്റ്റോറിന്റെ ഇപ്പോ എന്താണ് XYZ ബൊട്ടിക്, അപ്പോ എന്ത് ചെയ്യാം, ആ ഒരു ഇത് കൊടുക്കുക, ഇവിടെ എവിടെയെങ്കിലും ആ ഒരു സംഭവം വെച്ചു കൊടുക്കുക, ഒരു വാട്ടർ മാർക്ക് എന്നുള്ള രൂപത്തിൽ. എന്നിട്ട് എന്ത് ചെയ്യാം, ഇതുമ്പോൾ കുറച്ച് വർക്ക് ചെയ്യാൻ കൂടി ഉണ്ട്. ഇതിന്റെ ഓപ്പാസിറ്റി, സോറി, കണ്ടോ, ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള പിന്നെ ഈ ഒരു കളറ് മാറ്റണം, ഈ ഒരു ടെക്സ്റ്റ് മാത്രം മതി. ഇപ്പൊ ഇവിടെ കണ്ടോ, ഈ ഒരു ഫസ്റ്റ് കിടക്കുന്ന ഒരു സംഭവം, ഈ പ്ലസിന്റെ അടുത്ത് ഇതാണ് ഇപ്പൊ സെലക്ട് ആയി കിടക്കുന്നത്. ഇപ്പൊ ഞാൻ ഇത് സെലക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്, ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളത്. അപ്പൊ അത് സെലക്ട് ആയി. ഓക്കെ, ഇപ്പൊ കണ്ടോ, ഒറ്റ ഇതായിട്ട് ഒരു ടെക്സ്റ്റ് മാത്രമായിട്ട്. ഇനി എന്ത് ചെയ്യാണ്, ഇപ്പൊ ഇങ്ങനെ ഫുള്ളി ഒരു പിന്നെ പിന്നെ കളറിൽ കൊടുത്തു കഴിഞ്ഞാൽ കാണുമ്പോൾ ഒരു ഇതുണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ ഓപ്പാസിറ്റി കുറക്കും, അതായത് അതിന്റെ ഒരു ടി കുറക്കുക എന്നുള്ള രൂപത്തിൽ. അപ്പൊ ഈ ഓപ്പാസിറ്റി സെലക്ട് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യാം, ഇതിപ്പോ 100-ലാണ് ഉണ്ടാവുക. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മൂവ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ആ മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിന്റെ കളർ ഇങ്ങനെ കുറഞ്ഞു വരുന്നതാണ്. നിങ്ങൾ പല വീഡിയോസ് ശ്രദ്ധിച്ചേ, വ്ളോഗേഴ്സിന്റെ ഇവരൊക്കെ വീഡിയോസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്ന് വെച്ചാല് ഈ സംഭവം ആ വീഡിയോയിൽ കിടക്കുന്നുണ്ടാവും. ആര് ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാലും എന്താണ്, ഈ ഒരു വാട്ടർമാർക്ക് അവിടെ ഉണ്ടാവും. ഇപ്പൊ നേരത്തെ ഈ ഒരു വീഡിയോ നമ്മൾ കണ്ടപ്പോൾ അതിലെ ഒരു അവരുടെ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിന്റെ ഒരു ID കിടക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതേപോലെ തന്നെ അതൊരു വാട്ടർമാർക്കാണ്, അല്ലെങ്കിൽ ഒരു ലോഗോ ഇതായിട്ട്. ഇതിപ്പോ നമ്മൾ എവിടെ കൊണ്ടുവച്ചില്ല, അതായത് കാണുമ്പോൾ എന്താണ്, ഇത് നമ്മളെ വീഡിയോ ആണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോ ആരെങ്കിലും ഇത് എടുത്തിട്ട് എഡിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ ഒരു എഡിറ്റ് ചെയ്ത് ശരിക്കും അറിയാൻ പറ്റും. ഇത് നമ്മുടെ ഒരു അസറ്റാണ്, നമ്മുടെ ഒരു പ്രോപ്പർട്ടിയാണ്. ഇത് നമ്മുടെ ഒരു ഡിജിറ്റൽ അസറ്റ് എന്നുള്ള രൂപത്തിലാണ് ഇത് ഇതാവുന്നത്. നമ്മളിവിടെ ഒരു വാട്ടർമാർക്ക് കൊടുത്തു. ഈ ഇപ്പൊ വാട്ടർമാർക്ക് എന്താണ്, നമുക്ക് വലിയ ഒരു മോശമില്ലാത്ത, അല്ലെങ്കിൽ ഒരു ഇതില്ലാത്ത, ശല്യമില്ലാത്ത രൂപത്തിലാണ്, ചെറിയൊരു മങ്ങിയ രൂപത്തിൽ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ, മങ്ങിയ രൂപത്തിൽ. അത് എത്രത്തോളം വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അതിന്റെ ഇന്റൻസിറ്റി കൂട്ടാനും കുറക്കാനുള്ള ഓപ്ഷൻ 100 കൊടുത്തു കഴിഞ്ഞാൽ സാധാ ഒരു അതിന്റെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള സംഭവമാണ് 100 എന്നുള്ളത്. അത് കുറക്കും തോറും അതിന്റെ ഒരു ഒപ്പാസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അതും കൂടി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നമ്മുടെ ഒരു വീഡിയോ, നമ്മുടെ ഒരു ഇത് എന്നുള്ള രൂപത്തിൽ ഇങ്ങനെ ഈ ഒരു ടെക്സ്റ്റ് ഇവിടെ ഓക്കെ എടുത്ത് വന്നു കഴിഞ്ഞാൽ ഇതും ഇതുപോലെ ആയിരിക്കും. അപ്പൊ അത് കണ്ടോ, അപ്പൊ ഒരു 3 സെക്കൻഡ് മാത്രമേ അത് അവിടെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതിങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, വീഡിയോയുടെ ലാസ്റ്റ് വരെ കൊണ്ടുപോയിടുക. അപ്പോൾ ആ ഒരു സംഭവം ഉണ്ട്. അപ്പൊ വീഡിയോന്റെ ഇവിടെ ഇത് കാണുന്നു, കാരണം ചെറിയൊരു ഇതായിട്ടാണ് കാണുന്നത്. അത് 100% കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഒരു ബോറായിട്ട്, പിന്നെ ആ ഒരു വീഡിയോയിലുള്ള മറ്റുള്ള കാര്യങ്ങൾ കാണൂല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അതിന്റെ ഒരു ഓപ്പോസിറ്റി കുറച്ചിട്ട് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യുക സംഭവം. വീഡിയോ ഇതിപ്പോ ഒരു പെർഫെക്റ്റ്, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. അതായത് എന്താണ് പ്രൊഡക്റ്റ് എന്ന് ഇത് കണ്ടു. ഇനിയിപ്പോ അതായത് ഈ ഒരു പ്രൊഡക്റ്റ് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നില്ല. അപ്പൊ എന്താണ്, നമുക്കൊരു ഇതും കൂടി ടെക്സ്റ്റ് കൂടി വേണമെങ്കിൽ കൊടുക്കാം. ഇവിടെ എന്ത് ചെയ്യാം, ഇതിന്റെ ഇതെന്താണ്, ഹാർഡ് വാട്ടർ സ്റ്റെയിൻ റിമൂവർ, ഹാർഡ് വാട്ടർ സ്റ്റെയിൻ റിമൂവർ കൊടുത്തു. ഇതിപ്പോ ഇന്റൻസിറ്റി ഒരു ഓപ്പോസിറ്റി കുറഞ്ഞിട്ടാണ് ഇത് കിടക്കുന്നത് കേട്ടോ.
ഒപ്പാസിറ്റി 100 ആയി കഴിഞ്ഞാൽ എന്താണ് ഫുള്ളായിട്ട് ഇവിടെ വന്നു. ഇതിപ്പോൾ ഇവിടെ എവിടെയെങ്കിലും വെക്കിയാൽ എന്താക്കുക എന്തെങ്കിലും ചെയ്യും. അപ്പോൾ ഇത് പിന്നെ മുഴുവനായിട്ട് വേണമെന്നൊന്നും ഞാൻ പറയില്ല. ഫസ്റ്റ് ഒരു വീഡിയോ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ള രൂപത്തിൽ അത് ഫസ്റ്റ് ആ ഒരു 3 സെക്കൻഡോ ഹലോ മച്ചന്മാരെ, നമ്മള് പിന്നെ പ്ലേ ആയിട്ട് ഹലോ മച്ചന്മാരെ, നമ്മള് ഗ്ലാസിന്റെ സ്റ്റെയിൻ റിമൂവർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആയിട്ട് ഇങ്ങനെ നമുക്ക് പല രൂപത്തിൽ ഇപ്പൊ ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ എന്താ വെച്ചാൽ കുറച്ചൊരു ഇതുണ്ടാവും. ഹലോ മച്ചന്മാരെ, നമ്മള് കൈ വർക്ക് അല്ലെങ്കിൽ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഒരു അത്യാവശ്യം എന്താ പറയാ കൈയൊന്ന് ഫ്രീ ആക്കിയിട്ട് ഇങ്ങനെ എടുക്കുക. കൂടുതൽ ഇപ്പൊ നമ്മൾ ഇങ്ങനെ നടക്കുമ്പോഴൊക്കെയാണ് പിന്നെ ഷെയ്ക്ക് ആവുക. പിന്നെ ഇപ്പോഴത്തെ മിക്ക ഫോണുകൾക്കും ഒരു സ്റ്റെബിലിറ്റി കൺട്രോൾ ഉണ്ട് വീഡിയോ എടുക്കുമ്പോൾ തന്നെ. അല്ലാണ്ട് ഇതുപോലുള്ളൊരു പിന്നെ ഇതൊക്കെ ഉപയോഗിക്കുക. പിന്നെ എന്താ പറയാ ട്രൈപോഡ് ചെറിയ ഒരു രൂപത്തിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. ഒരു മൈക്ക് ട്രൈപോഡ് ഇതൊക്കെ ബേസിക് കാര്യമാണ്. അല്ല ഇതൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലാണ്ട് വീഡിയോ ചെയ്യുന്ന ആളുകളെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ ഒരു ഇതുണ്ട്. ഇത് ആർക്കും ചെയ്യാവുന്നുള്ളൂ. ഒരു എന്താ പറയുക ഒരു ദിവസം ഒരു അരമണിക്കൂർ മാക്സിമം സ്പെൻഡ് ചെയ്യുക. ഒരു വീഡിയോ ഇതുപോലുള്ള എടുക്കുക, ഇതുപോലെ ഒന്ന് എഡിറ്റ് ചെയ്യാം. അപ്പോൾ കൂടുതൽ ലെങ്ത് ഉണ്ട് അതിപ്പോ അല്ലെങ്കിൽ ഇടയിൽ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു സംഭവം വീഡിയോ സെലക്ട് ചെയ്തിട്ട് സ്പ്ലിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രീ കട്ട് എന്നുള്ള ഇതുണ്ട്. സ്പ്ലിറ്റ് ചെയ്തിട്ട് തന്നെ ഇതാക്കുക. അപ്പൊ എവിടെയാണ് ആ ഒരു സംഭവം ഇതിങ്ങനെ ഇപ്പൊ നമുക്ക് 2 കൈ കൊണ്ട് ഇങ്ങനെ ഇതായി കഴിഞ്ഞാൽ ഇതിങ്ങനെ സൂം ചെയ്യാനും ഇതിനുള്ള ഓപ്ഷൻ കണ്ടോ. ഇപ്പൊ ഞാൻ 2 വിരലുകൊണ്ട് 2 കൈ കൊണ്ടല്ല 2 വിരലുകൊണ്ട് ഇങ്ങനെ ഇതാക്കുമ്പോൾ എന്ത് ചെയ്യും സൂം ചെയ്യാം. അപ്പൊ നമുക്ക് കറക്റ്റ് എവിടെയാണോ വേണ്ടത് എന്നുള്ളത് കൊണ്ടുപോയി വെക്കാനൊക്കെ പറ്റും. എന്നിട്ട് ഗ്ലാസിന്റെ എന്ത് ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് കട്ടായി പോകും. 1-2 പ്രാവശ്യം നമ്മളത് പ്ലേ ചെയ്ത് ഗ്ലാസിന്റെ സമയത്ത് കറക്റ്റ് സ്ഥലത്ത് നല്ല കട്ടായി പോണത് കറക്റ്റ് ഇത് തന്നെ അല്ല അത് പിന്നെ പോകുന്നത് നല്ല രൂപത്തിൽ. അപ്പോൾ അങ്ങനെയാണ് അതിന്റെ ഒരു കാര്യം വരുന്നത്. പിന്നെ ഈ ഒരു കട്ട് ഇതിപ്പോ ഞാനിപ്പോ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ആ കട്ട് ചെയ്ത് കൊടുത്ത് എന്തെങ്കിലും ഇപ്പൊ നമ്മൾ ട്രാൻസിഷൻ എന്ന് പറയും. അത് ഒരു വീഡിയോ ഒന്ന് അടുത്ത വീഡിയോക്ക് പോകുമ്പോൾ എന്തെങ്കിലും ഒരു എഫക്ട് ഒരു ഇതുപോലെ കൊടുക്കണമെന്നുള്ളത്. അപ്പൊ ഇവിടെ ബേസിക് ആയിട്ടുള്ള ട്രാൻസിഷൻ കണ്ടു. ഇപ്പൊ ഞാനിപ്പോ ഇതിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും അങ്ങനെ ഇതായിട്ട് വരും. ഇപ്പൊ ഈ ഒരു സംഭവം നമ്മളൊരു എഡിറ്റിങ്ങിലെ വരുന്ന വെച്ചാൽ നമ്മളൊരു ഇതുപോലെ എത്രത്തോളം വേണം എന്നതിനെ ഇനി അതല്ല അതൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ക്ലിപ്പുകൾ ഇങ്ങനെ ഓരോ വെക്കുക. ഇതിപ്പോ 2 ക്ലിപ്പാക്കിയിട്ട് അത് ജസ്റ്റ് അടുത്ത ക്ലിപ്പിലേക്കുള്ള ഒരു കണക്ഷൻ എന്നുള്ള രൂപത്തിലാണ് ഈ ട്രാൻസിഷൻ ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ക്ലിപ്പുകൾ വെക്കുക. എങ്ങനെയാണ് അതിന്റെ അറേഞ്ച്മെന്റ്. ഇപ്പൊ നമ്മളൊരു വീഡിയോ എടുക്കുമ്പോൾ ഓരോ ഓർഡർ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനനുസരിച്ചിട്ട് ചെയ്യാന്നുള്ള. പിന്നെ നമ്മൾ വോയിസ് ഓവറോ കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ റെക്കോർഡ് ചെയ്തിട്ടാണെങ്കിലും കുഴപ്പമില്ല. അത്രേ ഉള്ളൂ. ഇതെല്ലാം ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യാം, നമുക്കിവിടെ ഈ ഇൻഷോട്ടിലാകുമ്പോൾ ഇത് ഫ്രീ ആയ കാരണം ഇതിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ലോഗോ വരും. ഇപ്പോൾ ഇവിടെ ഉണ്ട് ഇൻഷോട്ടിന്റെ ലോഗോ. ആ ഒരു സംഭവം അവിടെ ഒരു ചെറുതായിട്ടൊരു ക്രോസ് മാർക്ക് കണ്ടോ, ക്ലോസ് ചെയ്യുന്ന അത് കൊടുത്തു. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇതുപോലെ 2 ചോദിക്കും. ഫ്രീ റിമൂവ് ഇൻഷോട്ട് പ്രോ. ഇൻഷോട്ട് പ്രോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു അവരുടെ പ്രോ വെർഷൻ സബ്സ്ക്രൈബ് ചെയ്യാം ഉള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഒരു വർഷത്തേക്ക് 790 രൂപ. അത് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കുറെ ഫെസിലിറ്റി ഇതുകൾ കിട്ടും. അതില്ലാതെ നമുക്ക് ഈ ഫ്രീ റിമൂവ് കൊടുക്കാം. ഫ്രീ റിമൂവ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സമയം ഏകദേശം ഒരു അരമിനിറ്റ് എന്നിട്ട് ഒരു കുറച്ച് Grow your business impact today with the Google Ads app. Create ads from scratch on your phone and monitor campaign performances instantly from anywhere. Download the app now. മിനിമൈസ് ചെയ്താൽ നല്ലൊരു ആപ്പാണ്. നേരത്തെ പറഞ്ഞ പോലെ വാട്ടർ മാർക്ക് ഫിൽമോറ എന്നുള്ള ലോഗോ. അതിന്റെ ഒന്നും ആവശ്യം ഇതില്ല. ഇതന്നെ
സംഭവം. അപ്പൊ ഈ ഒരു സംഭവം കണ്ടോ, അപ്പൊ നേരത്തെ ഇവിടെ ഉണ്ടാകുന്ന അവരുടെ വാട്ടർമാർക്ക് പോയി. എന്നിട്ട് ഇവിടെ മുകളിൽ ഇപ്പൊ കറക്റ്റ് എല്ലാം ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഹലോ മച്ചന്മാരെ, നമ്മൾ വിചാരിച്ച പോലെ കറക്റ്റ് അല്ലേ വന്നിട്ടുള്ളത്. അപ്പൊ ആ പ്ലേ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും സ്റ്റെയിൻ എന്തെങ്കിലും റിമൂവർ വന്നിട്ടുണ്ടോ? കുറവുണ്ടോ കാര്യങ്ങൾ ഇതൊക്കെ കാണിച്ചു തരാം എങ്ങനെയാണ് ഒരു ഗ്ലാസ്സിലുള്ള ഒരു സ്റ്റെയിൻ റിമൂവ് ചെയ്യുന്നത്. നമ്പർ ഇതുപോലെ കറക്റ്റ് നമ്മളെ ഗ്ലാസ്സിൽ ഇത് വന്നിട്ടില്ലേ, എത്രത്തോളം സ്റ്റെയിൻ ഉണ്ട് എന്ന് ലോഗോ, ഞാനൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. വാട്ടർ ഒന്നുമില്ല, മാർക്ക് ഇതുപോലെ കാര്യങ്ങളൊക്കെ ഈ ഒരു സംഭവം നമ്മൾ അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഇല്ലേ നമ്മുടെ എന്നുള്ളതൊക്കെ നോക്കുക. ഇപ്പൊ നമ്മൾ ഈ റെക്കോർഡ് ചെയ്ത സംഭവം ഉണ്ടല്ലോ, ഓഡിയോ, അത് എടുത്തിട്ട് അതിന്റെ വോളിയം കൂട്ടണമെന്നുണ്ടെങ്കിൽ 100% ഉണ്ടാവുക. ഇപ്പൊ അത് ഒരു 150% ആക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ അപ്പൊ വോളിയം ഒന്നുകൂടി ബൂസ്റ്റ് ആയിട്ട് വരും. അപ്പൊ സ്റ്റെയിൻ ഉണ്ടെന്ന് ഞാനൊന്ന് നിങ്ങളെ കാണിച്ചു. എന്റെ വീഡിയോ അല്ല ഓഡിയോ കുറച്ചുകൂടി കൂടി അങ്ങനെ ചെയ്യാം. അത് ഡിപ്പെൻസ് ഓൺ നമ്മുടെ ഒരു ഇതായിട്ട്. ഇനിയിപ്പോ അതല്ല ഒരു ഓഡിയോക്ക് വോയിസ് എഫക്റ്റ് അല്ലെങ്കിൽ ഇതിൽ നോയ്സ് കയറി, അതായത് നമ്മളെ ഇവിടെയുള്ള ഇപ്പൊ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചെറിയ സൗണ്ടുകളൊക്കെ അതിൽ കയറി വരാം. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഡി നോയ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. കാണിച്ചു തരാം. നമ്മൾ ഒന്നുമില്ല, ഇതുപോലെ അപ്പൊ അതിൽ നിന്ന് എന്ത് ചെയ്യും, മറ്റുള്ള നോയ്സുകൾ കുറയും. ഇപ്പൊ ഇപ്പൊ നിങ്ങൾ നല്ലൊരു സൗണ്ട് പ്രൂഫ് ആയിട്ടുള്ള ഒരു റൂമിൽ ഇരുന്നിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സംഭവം ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ നമ്മളൊരു പൊടി സ്റ്റുഡിയോ ഒക്കെ ഉണ്ടാവുമല്ലോ, അതുപോലെയൊക്കെയാണ്. അല്ലാതെ ഇപ്പൊ നമുക്ക് ചെറിയ നോയ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും വിഷയാക്കേണ്ട കാര്യമില്ല. അത് കളയാനുള്ള ഓപ്ഷൻ ഈ ഒരു സംഭവം ഡി നോയ്സ്, പിന്നെ വോയിസ് എഫക്ട്സ് അതിൽ കൊടുക്കാം. ഹലോ മച്ചന്മാരെ, നമ്മള് ഗ്ലാസിന്റെ സ്റ്റെയിൻ റിമൂവർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒറിജിനൽ കാണിച്ചു തരാം എങ്ങനെയാണ് വേറൊരാളെ ഒരു സൗണ്ടിലേക്ക് ഗ്ലാസ് മാറ്റാൻ. ഹലോ മച്ചന്മാരെ, നമ്മള് ഗ്ലാസിന്റെ സ്റ്റെയിൻ റിമൂവർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോ ഹലോ മച്ചന്മാരെ, നമ്മള് അപ്പൊ അങ്ങനെയൊക്കെ കൊടുക്കാനുള്ള ഹലോ മച്ചന്മാരെ, നമ്മള് ജസ്റ്റ് ഇവിടെ വരിക എല്ലാത്തിനും ഹലോ മച്ചന്മാരെ, നമ്മള് ഗ്ലാസിന്റെ സ്റ്റെയിൻ റിമൂവർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ കാണിച്ചു തരാം എങ്ങനെയാണ് ഒരു ഇതിലിപ്പോ എന്ത് ചെയ്യുകയാണെങ്കിലും ഫസ്റ്റ് ഒന്നുമില്ലാത്ത അല്ലെങ്കിൽ നത്തിങ് എന്നുള്ളൊരു ഇതായിട്ടുണ്ടാവും. അത് സെലക്ട് ചെയ്യുക, നമ്മൾ ചെയ്ത സംഭവം ഇതായിട്ട് വരും. എന്നിട്ട് ഓക്കെ കൊടുക്കുക. മുകളിൽ എക്സ്പോർട്ട് കാണാം, എക്സ്പോർട്ട് പ്രസ് ചെയ്യാം. അപ്പൊ എക്സ്പോർട്ടിൽ നമുക്ക് കുറെ റെസൊല്യൂഷൻസും ഫ്രെയിം റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ ഫ്രെയിം റേറ്റ് കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ ചെയ്ത ഡിഫോൾട്ട് ആയിട്ട് വരുന്നൊരു സംഭവമാണ്. ഫ്രെയിം റേറ്റ് കൂട്ടാനോ കുറക്കാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സംഭവത്തിൽ തന്നെ ചെയ്യും. നമ്മൾ ആ ഒരു വീഡിയോയിലുള്ള ഫ്രെയിം റേറ്റ് വെച്ചിട്ട് തന്നെയാണ് ഇതിൽ വരിക. ഫ്രെയിം റേറ്റ് തന്നെ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സംഭവം വരുന്നൊരു കാര്യമാണ്. റെസൊല്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഈ ഒരു 1080 എന്നുള്ള റെസൊല്യൂഷൻ നമുക്കൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള HD എന്നുള്ള രൂപത്തിൽ ഉള്ളൊരു വീഡിയോ ക്വാളിറ്റിനെ പറയുന്നതാണ്. ആ ക്വാളിറ്റി കൂട്ടണമെന്നുണ്ടെങ്കിൽ, പക്ഷെ ഈ ഒരു വീഡിയോയിൽ ഇപ്പൊ നമ്മൾ ക്വാളിറ്റി കൂട്ടിയാലും പ്രത്യേകിച്ചൊന്നും കിട്ടൂല, കാരണം ഇത് ഓൾറെഡി ക്വാളിറ്റി കുറഞ്ഞിട്ട് വരുന്നതാണ്. നമ്മളിപ്പോ ഷൂട്ട് ചെയ്ത വീഡിയോ അനുസരിച്ചിട്ടാണ് നമുക്ക് വരിക. ഇവിടെ പിന്നെ 2K ഉണ്ട്, 4K ഉണ്ട് ഒക്കെ ആയിട്ട്. അപ്പൊ ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യുക, അതിനനുസരിച്ച് ഇവിടെ സൈസ് കൂടും. ഇപ്പൊ ഞാനിപ്പോ കണ്ടോ, ഈ ഒരു 1080 എന്നുള്ളതാക്കി ഇപ്പൊ ഇവിടെ 103 MB ആണ് എസ്റ്റിമേറ്റഡ് സൈസ് പറയുന്നത്. പക്ഷെ അതൊരു 4K ഞാൻ സെലക്ട് ചെയ്യേണ്ടി 384 MB ആയിട്ട് മാറിയത് കേട്ടോ. അപ്പൊ ഫോർമാറ്റ് പിന്നെ ഏതാണ്, MP4 ആണ്. സാധാരണ MP4 ആണ് ഒരു വീഡിയോന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഈ 1080 തന്നെ കൊടുത്തിട്ട് എന്താണ് അത് സെലക്ട് ചെയ്തിട്ട് എക്സ്പോർട്ട് എന്നുള്ള ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യാം. അപ്പൊ അത് എന്താണ്, Decathlon indoor sports collections starting from ₹1. സേവ് ആവും. അപ്പൊ അതിന്റെ ഒപ്പം എന്താണ്, ഇതിപ്പോ ഇൻഷോട്ട് ഫ്രീ ആയ കാരണം കുറെ പരസ്യം പ്ലേ ആവും. പരസ്യം കഴിഞ്ഞ് ഇതായി കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, ഇവിടെ ക്ലോസ് എന്നുള്ളൊരു ബട്ടൺ കാണാം. അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരു 10 സെക്കൻഡ് 20 സെക്കൻഡ് എല്ലാം ഒരു ബട്ടൺ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ സേവ് ചെയ്യാൻ തുടങ്ങും. ഇതാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. വീഡിയോന്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ചെയ്തൊരു പ്രൊഡക്റ്റിന്റെ ഔട്ട്പുട്ട് എന്നൊക്കെ പറയുന്ന പോലെ ഔട്ട്പുട്ട് ഇതാണ്. ഇതിലിപ്പോ നമ്മൾ കുറെ ഇൻപുട്ടുകൾ കൊടുത്തു, നമ്മൾ വോയിസ് കൊടുത്തു, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അല്ലെങ്കിൽ അതുപോലുള്ള സംഭവങ്ങൾ കൊടുത്തു, പിന്നെ നമ്മളെ വാട്ടർമാർക്ക്, ടെക്സ്റ്റ്, ഈ കാര്യങ്ങളൊക്കെ കൊടുത്തു, പ്ലസ് നമ്മളെ വീഡിയോയും ഒക്കെ കൊടുത്തിട്ട് പിന്നെ എന്താണ് നമുക്ക് ആവശ്യമായ രൂപത്തിൽ നമ്മൾ പിന്നെ എന്താണ് അതിന്റെ ഒരു
ഫൈനൽ പ്രൊഡക്റ്റ് എടുക്കുകയാണ്, ഔട്ട്പുട്ട്. ഇതിനാണ് നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ആ ഔട്ട്പുട്ട് എടുത്തു, അപ്പോൾ അത് സേവ് ആയി. ഇനിയിപ്പോൾ നമ്മൾ ഗാലറിയിൽ പോയി കഴിഞ്ഞാൽ എന്താണ് ആ ഒരു സംഭവം നടക്കുന്നത്, ഈ ഒരു സംഭവം. അപ്പൊ ഞാൻ ചെയ്ത സംസാരിക്കും. ഹലോ മച്ചന്മാരെ, നമ്മള് ഗ്ലാസിന്റെ സ്റ്റെയിൻ റിമൂവർ വന്നിട്ടുണ്ടോ? അപ്പോ കാണിച്ചു തരാം എങ്ങനെയാണ് ഒരു ഗ്ലാസ്സിലുള്ള ഒരു സ്റ്റെയിൻ റിമൂവ് ചെയ്യുന്നത്, കാര്യങ്ങളെല്ലാം ആയിട്ട്. നമ്മള് ഗ്ലാസ്സിൽ എത്രത്തോളം സ്റ്റെയിൻ ഉണ്ട് എന്ന് ഞാൻ പിന്നെ വാട്ടർമാർക്ക് ആ ഒരു സംഭവം വന്നിട്ടുണ്ട്, എല്ലാതായിട്ട്. പിന്നെ എൻ്റെ സൗണ്ട്, ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ ചെയ്യാൻ. ഇത് സ്ഥിരമായിട്ട് നമ്മൾക്കൊരു ദിവസം എന്താണോ നിങ്ങളുടെ അടുത്തുള്ള പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് അല്ല, ഡിഫറെന്റ് പ്രൊഡക്റ്റ് എങ്ങനെയാലും ഉണ്ടാവുമല്ലോ. ഓരോ ദിവസവും ഓരോ പ്രൊഡക്റ്റിന്റെ ഇത് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഒന്നിലധികം പ്രൊഡക്റ്റിന്റെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ അടുത്തുള്ള, ഞാൻ പട്ടാമ്പി ഒപ്പം എന്ന് പറയും, എൻ്റെ അടുത്തുള്ള ഒരു പിന്നെ ഒരു ബൊട്ടീക്കാണ്. ഞാൻ പിന്നെ ജുബൈബ ഉണ്ടായ കാരണം പറയാം, ഡ്രസ്സിന്റെ ഇതുമായി ബന്ധപ്പെട്ട്. എൻ്റെ ഇവിടെ കൂർക്കപ്പുറമ്പ് പറഞ്ഞ സ്ഥലം, കളേഴ്സ് ബൊട്ടിക്, ഒരു ഗ്രാമപ്രദേശമാണ്. ഇതൊരു ഒരു സ്റ്റേറ്റ് ഹൈവേ ആണ് ഇത്. ഇവരുടെ ഒരു പിന്നെ ഷോപ്പാണിത്. ഈ ഒരു ഷോപ്പിന്റെ ഇതാണ് ഷോപ്പ് വരുന്നത്. വളരെ ഇതായിട്ടുള്ളൊരു ഏരിയ ആണ്. ഇവിടെ കടകളോ ഇതൊന്നുമില്ല. ഇവിടെ ഒരു വളരെ സാധാ കുറച്ച് ഷോപ്പുകൾ ഉണ്ടെന്ന് മാത്രം. ഈ ഒരു ഷോപ്പില് എന്താ പറയാ, ഒരു വേറൊരു അങ്ങാടി കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഒരു അപ്പുറത്തൊരു 10 കടകളിൽ ഒരു അങ്ങാടി ഉണ്ടെന്ന് മാത്രം. പിന്നെ നല്ലൊരു അങ്ങാടി കിട്ടണമെങ്കിൽ കൊപ്പം പോകണം, ഒരു 5-6 കിലോമീറ്റർ. അതുപോലെ തിരുവേഗപ്പുറം ഒരു 3-4 കിലോമീറ്റർ ആക്കി. ഇവിടെ നടക്കുന്ന കച്ചവടം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ, കാരണം ഇവരുടെ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് പിന്നെ ഞാൻ കാണിച്ചത് യൂട്യൂബ് ചാനല് ഡെയിലി, അതുപോലെ ഇൻസ്റ്റഗ്രാം കളേഴ്സ് ബൊട്ടിക്ക്, ഇൻസ്റ്റഗ്രാം ഡെയിലി കളേഴ്സ് ബൈ ഷഹാന ഷിഹാബ്, 1,34,000 ഇതായിട്ട്. ഇവര് ഭാര്യ ഭർത്താക്കന്മാരാണ്. സ്ഥിരമായിട്ട് 6 മണിക്കൂർ മുന്നേ വരെ വീഡിയോ ഇടുന്നു. ഷോർട്ടായിട്ടും ലോങ് വീഡിയോ ആയിട്ടും ഒക്കെ ഇടും. പക്ഷെ വീഡിയോയിൽ വരാൻ അവർക്ക് എന്താണ് മടിയില്ല. അധികവും ഈ പിന്നെ ഹസ്ബൻഡ് തന്നെ ഉണ്ട്. അപ്പൊ ഇവർക്ക് ഒരു ദിവസം 100-ലധികം, ഞാൻ അവരായിട്ട് സംസാരിച്ചപ്പോ ആവറേജ് ഒരു 100 ഓർഡർ വെറും എന്താണ് കൊറിയർ ചെയ്ത് കൊടുക്കാൻ ഉണ്ടാവും. വേറെ ഒരു വെബ്സൈറ്റ് ഒന്നും ഉപയോഗിക്കണില്ല, ജസ്റ്റ് യൂട്യൂബും ഇൻസ്റ്റഗ്രാമും. ഇൻസ്റ്റഗ്രാം എടുത്തു കഴിഞ്ഞാലും കാണാൻ പറ്റും. പക്ഷേ ഈ ഒരു വീഡിയോക്ക് അത്രയും ഇതുണ്ട്. ഇനിയിപ്പോ എന്താണ്, ഇപ്പൊ ഇവിടെ നടക്കുമ്പോൾ തന്നെ ഈ ഒരു സംഭവം ആളുകൾ വിളിക്കും, അല്ലെങ്കിൽ മെസ്സേജ് അയക്കും, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കും, ഇങ്ങനത്തെ ഒരു സംഭവം ഇത് വേണമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്താണ് ഇപ്പൊ വെബ്സൈറ്റ് എന്നുള്ളത്. അതായത് ഇതിന്റെ എല്ലാം ഫോട്ടോ എടുക്കണം, വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുക, പ്രൈസ് ഇടുക, കൊടുക്കുക, ആളുകൾ വരുമ്പോൾ വെബ്സൈറ്റിന് ലിങ്ക് കൊടുക്കുക, അവർ പർച്ചേസ് ചെയ്യാൻ രൂപത്തിൽ കുറച്ചുകൂടി നമ്മളെ എഫേർട്ട് കുറക്കാൻ പറ്റും. പക്ഷെ ഇവിടെ ഇപ്പോൾ എന്താണ് ആ ഒരു ഇതിലേക്ക് എത്തുന്നുള്ളൂ. ഒരു ദിവസം ഒരു 2-3 സ്റ്റാഫിനെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 100 ഓർഡർ സിമ്പിളായി മാനേജ് ചെയ്ത് പോകുന്നുള്ളൂ. ഒരു 3-4 സ്റ്റാഫ് ഉണ്ട് താനും. ഞാൻ ഇടയ്ക്ക് ഇവിടെ പോവാറുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങള് എന്താണ് വീഡിയോക്ക് അത്രയും ഇതുണ്ട് എന്ന് പറയാം. അപ്പൊ നമുക്ക് ഒരിക്കലും ചെയ്യാതിരിക്കരുത്, ചെയ്ത് തുടങ്ങുക. ഇനീഷ്യലി ഇപ്പൊ എന്താണ് ഒരു നമ്മളെ അടുത്തുള്ള ആളുകളൊക്കെ തന്നെ കാണാണ്ടാവുള്ളൂ. ഇനിയിപ്പോ അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഷോർട്ടായിട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്താണ്, ഷോർട്ട് വീഡിയോ അല്ലെങ്കിൽ റീൽ വീഡിയോ ഇൻസ്റ്റാഗ്രാമിലായിട്ട് കഴിഞ്ഞാൽ കുറെ ആളുകൾ അല്ലാതെയും കാണാണ്ടാവും. ആ വരുന്ന ആളുകളൊക്കെ നമ്മൾ ഫോളോ ചെയ്യാതിരിക്കാം. കാണാൻ കുറെ ആളുകളിലേക്ക് നമ്മളെ കണ്ടന്റ് എത്തും. ഒന്നും വേണ്ട, നമ്മൾ കാശൊന്നും ചെലവാക്കുന്നില്ല, ജസ്റ്റ് വീഡിയോ എടുക്കാനുള്ള ഒരു എഫേർട്ട് മാത്രം. ഒരു ദിവസം ഒരു 5-10 ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ മതിയല്ലോ. വേറെ അഡ്വർടൈസ്മെന്റ് വേണ്ടിട്ട് 1 രൂപയും നമ്മൾ ചെലവാക്കുന്നില്ല. അപ്പോ സ്റ്റാർട്ട് ചെയ്തിടുക എന്നുള്ളതാണ്. ഇൻസ്റ്റഗ്രാം പേജുണ്ട്.
1,80,000. ഇതിപ്പോ അടുത്ത് ഫോളോവേഴ്സ് ഇത്ര കൂടിയത്. ഇപ്പൊ ഒരു 3-4 മാസം മുന്നേ ഒരു വെറും 50K അങ്ങനെ എന്തൊക്കെ ആയിരുന്നു തോന്നുന്നുണ്ട്. പിന്നെ അവരെന്തോ ആഡ് ചെയ്യാൻ തുടങ്ങിയോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞ പോലെ ഉണ്ട്. അത്യാവശ്യം വ്യൂ കാര്യങ്ങളുണ്ട്. പിന്നെ അതിന്റെ എൻഗേജ്മെന്റും ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഓരോ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതിലൊക്കെ ഇപ്പോൾ ഒരു 189 ആളുകൾ കമന്റ് ചെയ്തിട്ട് തന്നെ ഉണ്ട്. റേറ്റ് ചോദിച്ചിട്ടാകും മിക്കവാറും ഉണ്ടാവുക. പക്ഷെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറെ ഈ കമന്റ് വന്ന അതിന്റെ എൻഗേജ്മെന്റ് കൂടി അതിൽ നന്നായിട്ട് ആളുകൾ പിന്നെയും കൂടുതൽ ആളുകളിലേക്ക് എത്തും. 88 അതൊക്കെ ആയിട്ട്. നല്ല പട ഗൗണ്, സെല്ല് ഡോറിസ് ഉണ്ട്, നല്ല വെറൈറ്റി പ്രിന്റ് ആട്ടോ, നല്ല അടിപൊളി പ്രിന്റ് ആണ്. സ്ലീവ് ഒക്കെ നോക്കി കാണില്ല, സ്ലീവിന്റെ അറ്റം എലാസ്റ്റിക് ചെയ്തിട്ട് വെറും 395 + അങ്ങനെ ഇതായിട്ട് ക്യാമറയിൽ വരാനുള്ളൊരു മടി ഒഴിവാക്കുക എന്നുള്ള സംഭവമാണ്. ഇനി അതല്ല ക്യാമറയിൽ വരാൻ ഇല്ല എന്നെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് കാണിച്ചിട്ടും ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു സംഭവമാണ്. കാരണം പ്രൊഡക്റ്റിന്റെ ഒരു വിഷ്വൽ കണ്ടാൽ തന്നെ ആളുകൾക്ക് അറിയാലോ അതായിട്ട് മെറ്റീരിയലാണ്, പ്രൈസ് ഇത്രയാണ്, ഇതിന്റെ സൈസ് ഇത്രയാണ് വരുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഡിപ്പെൻസ് ഓൺ നമ്മുടെ ആ ഒരു ബിസിനസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്. അപ്പോൾ ശരിക്കും ഞാൻ ഇന്ന് വേറൊരു നിങ്ങളെ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇൻഷോട്ടിൽ അത്രയും ഇൻഷോട്ടിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് എഡിറ്റ് ചെയ്ത് നിന്നിട്ടില്ല പറഞ്ഞാൽ കുറച്ച് ചെയ്തിരുന്നു, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് അതിൻ്റെ ഒരു സ്റ്റെപ്പ് ബൈ ഒരു ഓരോ പാർട്ട് ബൈ ഇതായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഞാൻ ഇന്ന് ഇപ്പൊ ഇത് എങ്ങനെ ചെയ്യാമെന്നുള്ള സംഭവം പറഞ്ഞു. അപ്പോ ഇത് ഇത്ര മാത്രം. ഇതിന്റെ പുറമെ ശരിക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ഉണ്ട്, ഇതെല്ലാം ക്ലോസ് ചെയ്യാം. ഈ ഒരു ബിസിനസ് ഉണ്ട്. അപ്പോ ഈ ഒരു ബിസിനസ്സിന് നിങ്ങൾ നമ്മൾ കണ്ടന്റ് ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതിന്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഗൂഗിളിൽ കൂടി നിങ്ങൾ അതിന്റെ ഒരു പ്രസൻസ് ഉണ്ടാക്കുക. കാരണം ആളുകൾക്ക് ഒന്ന് ലൊക്കേഷൻ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ നമുക്ക് ഗൂഗിളിന്റെ തന്നെ ഒരു സർവീസാണ്, ഫ്രീ ആയിട്ടുള്ള ഒരു സർവീസാണ് ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് പല രൂപത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ സ്ക്രീന് കാണുന്നുണ്ടല്ലോ ഇതുപോലെ ഇതായിട്ട്. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ ഇപ്പോൾ നമ്മുടെ ക്രോമിലോ അല്ലെങ്കിൽ ഇതിലോ ലോഗിൻ ചെയ്ത് നമ്മുടെ ഗൂഗിൾ ID ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറെ ഗൂഗിളിന്റെ പ്രൊഡക്റ്റുകൾ കാണിക്കും. അക്കൗണ്ട്, മാപ്പ്, യൂട്യൂബ്, പ്ലേ, പിന്നെ ജിമെയിൽ, ചാറ്റ്, കോണ്ടാക്ട്, ഇതിൽ ഉണ്ടാവും ഒരു ബിസിനസ് പ്രൊഫൈൽ എന്നിട്ട്. ഈ ബിസിനസ് പ്രൊഫൈൽ എടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബിസിനസ് പ്രൊഫൈൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ ബിസിനസ് റിലേറ്റഡ് ആയിട്ട് ഇതിപ്പോ എൻ്റെ ഓൾറെഡി ഒരു പ്രൊഫൈൽ ഉണ്ടാക്കി ഉള്ള കാരണമാണ് ഇങ്ങനെ കാണിക്കുന്നത്. അല്ലാണ്ട് ഇപ്പൊ നമുക്കൊരു പുതിയൊരു പ്രൊഫൈല് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ആയിട്ടായിരിക്കും ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇതാണ് ഇതിന്റെ ഒരു വിൻഡോ ആദ്യം വരുന്നത്. സ്റ്റാർട്ടിങ് മുതൽ അല്ല, ആഡ് എന്താണ്, ആഡ് ന്യൂ ബിസിനസ് പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ, ഇത് ആഡ് ന്യൂ ബിസിനസ് പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അതെടുക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യാം. ഇവിടെ വരിക, ഏതെങ്കിലും നിങ്ങളിപ്പോൾ ലൊക്കേഷൻ കറക്റ്റ് ചെയ്യും. സപ്പോസ് ഞാൻ എൻ്റെ ലൊക്കേഷൻ എന്തായിട്ടാണ് ഈ ഒരു ലൊക്കേഷൻ കാണിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ മൊബൈൽ അല്ലെങ്കിൽ ഫോണിലാണെങ്കിലും ഇതുപോലെ നമുക്ക് ലൊക്കേഷൻ, നമുക്ക് കറന്റ് ലൊക്കേഷൻ
ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്ഥാപനം എവിടെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലൊക്കേഷൻ ഇതായിട്ട് അവിടെ പുറത്ത് നിൽക്കുക, അതിന്റെ GPS കാര്യങ്ങൾ ഇതെല്ലാം കറക്റ്റ് ആക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആഡ് യുവർ ബിസിനസ് എന്നുള്ളത് കേട്ടോ. അപ്പൊ ഒന്നുകിൽ അത് ക്ലിക്ക് ചെയ്യാം, അല്ലാതെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു ബിസിനസ് പ്രൊഫൈൽ എടുക്കുക, അവിടെ ആഡ് എ ന്യൂ ബിസിനസ് പ്രൊഫൈൽ എന്നുണ്ടോ, രണ്ടും സെയിം തന്നെ. രണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു വിൻഡോ വരും, സ്റ്റാർട്ട് യുവർ ബിസിനസ്, സ്റ്റാർട്ട് ബിൽഡിങ് യുവർ ബിസിനസ് പ്രൊഫൈൽ എന്നുള്ളതായിട്ട് ഉണ്ടോ. ഇവിടെ വന്നിട്ട് പിന്നെ എന്ത് ചെയ്യാം, നമുക്ക് ബിസിനസിന്റെ പേര്, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് XYZ സൊല്യൂഷൻസ് എന്നുള്ളൊരു ബിസിനസ്, അതിന്റെ കാറ്റഗറി എന്താണ്. അപ്പോൾ നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ കുറേ കാറ്റഗറി, സ്പാ, ഷോപ്പ്, സർവീസ്, അല്ലെങ്കിൽ അങ്ങനെ ഓരോ കീവേഡ് അടിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ എന്താണ് ഇന്റർനെറ്റ് സർവീസ്, ഇന്റർനെറ്റ് മാർക്കറ്റിംഗ് സർവീസ്. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ, ഡു യു വാണ്ട് ടു ആഡ് എ ലൊക്കേഷൻ കസ്റ്റമേഴ്സ് ക്യാൻ വിസിറ്റ് ലൈക്ക് എ സ്റ്റോർ ഓർ ഓഫീസ്. യെസ്, അത് നിങ്ങൾക്ക് ഒരു ഫിസിക്കൽ സ്റ്റോർ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫിസിക്കൽ ഓഫീസ് ഉണ്ട് എന്നുള്ള രൂപത്തിൽ യെസ് കൊടുക്കുക. ഇപ്പൊ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ലൊക്കേഷൻ എന്താണ് കറക്റ്റായിട്ട് അവിടെ ഇതായിട്ട് വരും. പിന്നെ അത് എൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ്, അപ്പോൾ ഏത് കൺട്രിയാണ്, അതുപോലെ സ്ട്രീറ്റ് അഡ്രസ് ഏതൊക്കെയാണ് ഉള്ളതായിട്ട്. അതിപ്പോൾ നടുവട്ടം എന്നത് കൊടുത്തു. ഓക്കെ, ഇവിടുത്തെ ഒരു പിൻകോഡ്, സ്റ്റേറ്റ് കേരള, സിറ്റി പാലക്കാട് കൊടുക്കുന്നത്. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഈ കൊടുത്ത ഒരു അഡ്രസ്സ് വെച്ചിട്ട് നേരത്തെ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തിരുന്നു, എന്നാലും എന്ത് ചെയ്യും, നമുക്ക് ആ ഒരു കറക്റ്റ് പ്ലേസ് പിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഒരു മാപ്പ് ഇത് കാണിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് സെയിം ഇതേപോലെ തന്നെ കേട്ടോ ഫോണിലും വരിക, അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സപ്പോസ് ഇപ്പോൾ എനിക്ക് തോന്നുകയാണ് ഇവിടെ അല്ല, കുറച്ചുകൂടി അപ്പുറത്താണ് നമ്മുടെ ലൊക്കേഷൻ, അല്ലെങ്കിൽ കുറച്ച് ഇങ്ങോട്ടും മാറിയിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അഡ്ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അത് നമുക്ക് സൂം ഇൻ ചെയ്ത് നോക്കാം എവിടെയാണെന്നുള്ളത്. ഞാനിപ്പോൾ ഇത് കണ്ടോ, ഇത് ഞാൻ കൊടുത്ത അഡ്രസ്സ് പ്രകാരം അല്ല ഇത് വന്നിട്ടില്ല, വേറെ എൻ്റെ സ്ഥലത്തേക്കാൾ ഒരു എന്താണ് 4-5 കിലോമീറ്റർ അപ്പുറത്താണ് വന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ സൂം ഇൻ ചെയ്തിട്ട് എന്ത് ചെയ്യാം, ആ ഒരു സംഭവം മാറ്റാൻ പറ്റും. ഞാനിത് ഈ ഒരു മാപ്പ് ഇങ്ങനെ മൂവ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പിന്നെ ലൊക്കേഷൻ, ഈ ഒരു ടാഗ് ഇതുണ്ടല്ലോ, പിന്നുണ്ടല്ലോ, അതവിടെ നിൽക്കും, മാപ്പ് മൂവ് ആവും. എന്നിട്ട് നമ്മൾ എവിടെയാണ് അത് കൊടുക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ മാപ്പിനെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാം, വെച്ചുകൊടുക്കും. ഞാനിപ്പോൾ ഇവിടെ നോക്കി സൂം ചെയ്ത് നോക്കുക എവിടെയാണെങ്കിൽ. നേരത്തെ ഞാൻ പറഞ്ഞ കളേഴ്സ് ബോട്ടിക്കോടാണ് അതിൻ്റെ പെർസ്പെക്റ്റീവ്. ഓക്കെ, ഇതാണ് കളേഴ്സ് ബോട്ടിക്ക് ഞാൻ അവിടെ പറഞ്ഞത്. അപ്പോൾ ആ ഒരു ബിൽഡിങ് ഇതൊക്കെ ഇങ്ങനെ കാണിക്കും. ഓക്കെ, അതിൻ്റെ അടുത്തുള്ള ഒരു സംഭവമായിട്ട് നമുക്ക് അവിടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഡണ്ണ് കൊടുക്കും. ഡണ്ണ് കൊടുത്തിട്ട് പിന്നെ കൺഫേം കൊടുക്കും. അപ്പോൾ ആ ഒരു സംഭവം കറക്റ്റ് ലൊക്കേഷൻ കറക്റ്റായി. പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ നമ്മുടെ ഡിപ്പെൻസ് ഓൺ നമ്മുടെ ആദ്യം കൊടുത്ത കാറ്റഗറിക്ക് അനുസരിച്ചിട്ടായിരിക്കും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ വരിക. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താണ് പ്രൊവൈഡ് ഡെലിവറീസ് ഓർ ഹോം ഓഫീസ് വിസിറ്റ് എന്നൊക്കെ ഉണ്ട്. യെസ് കൊടുക്കാം. വിസിറ്റ് ഓർ ഇഫ് യു വിസിറ്റ് ഓർ ഡെലിവർ യുവർ കസ്റ്റമേഴ്സ് യു ക്യാൻ ലെറ്റ് ദം. അപ്പോൾ നിങ്ങൾ
ഇതുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെ കൊടുക്കാം. ഡെലിവറി അല്ലെങ്കിൽ ഈ സംഭവം കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ ആയിട്ട്. പിന്നെ കോണ്ടാക്ട് ഡീറ്റെയിൽസ്. ഇപ്പൊ നമുക്കൊരു ഫോൺ നമ്പർ മസ്റ്റ് ആണ്. ഇപ്പൊ എന്ത് ചെയ്യാം, ഒരു ഫോൺ നമ്പർ കൊടുക്കുന്നു. പിന്നെ വെബ്സൈറ്റ് ഓപ്ഷണൽ ആണ്. വെബ്സൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കൊടുത്ത എന്താണ് ഡീറ്റെയിൽസ് വെരിഫൈ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. വെരിഫൈ യു ആർ നോ വെരിഫൈഡ് പറഞ്ഞിട്ട് അടുത്തൊരു ഇത് വരും. പിന്നെ നമുക്ക് അതിൽ എന്തൊക്കെ സർവീസസ് ആണ് വരുന്നത്. ഇപ്പൊ ഞാൻ ഇന്റർനെറ്റ് മാർക്കറ്റിംഗ് സർവീസ് കൊടുത്തു നോക്കുമ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഓരോന്നും മാറിക്കൊണ്ടിരിക്കും കേട്ടോ. ഇപ്പോൾ ഞാൻ ബാക്കിലേക്ക് പോകാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. ഇപ്പൊ നിങ്ങൾ ഒരു ബൊട്ടീക്ക് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിട്ടും വന്നിട്ടുണ്ടാവുക. ഞാൻ ഇന്റർനെറ്റ് മാർക്കറ്റിംഗ് സർവീസ് കൊടുത്തപ്പോൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, ബിസിനസ് ടു ബിസിനസ്, ബ്രാൻഡിങ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, കണ്ടന്റ് മാനേജ്മെന്റ്, ഇങ്ങനെ കുറെ ഗ്രാഫിക് ഡിസൈനിങ്, ഈ രൂപത്തിലുള്ള സംഭവമാണ് ഫുള്ള് വന്നിട്ടുള്ളത്. നമ്മൾ എന്താണോ കാറ്റഗറി സെലക്ട് ചെയ്യുന്നത് അതായിരിക്കും പിന്നെ ഇവിടെ വരുന്നുണ്ടാവുക. അപ്പോൾ കാറ്റഗറി ചൂസ് ചെയ്യുമ്പോൾ ഒന്ന് നോക്കുക. ഇപ്പോൾ നിങ്ങളിപ്പോൾ എന്താണ് കാറിന്റെ പ്രൊഡക്റ്റുകൾ, അപ്പോൾ ട്രേഡിങ് സെലക്ട് ചെയ്യാനായിരിക്കും ഉണ്ടാവുക. അല്ലെങ്കിൽ സോറി, ആയിരിക്കും നല്ലത് ട്രേഡിങ്. അല്ലെങ്കിൽ കാർ സർവീസ് ഒക്കെ ആകുമ്പോൾ പിന്നെ അതൊരു പിന്നെ വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ ഒരു സർവീസ് സ്റ്റേഷൻ പോലെ ആയില്ലേ. പ്രൊഡക്റ്റ് സപ്ലൈ അല്ലെങ്കിൽ ആ ഒരു രൂപത്തിലല്ലേ. ഇപ്പോൾ കാറ് ഗ്യാരേജ് ആണെങ്കിലും അത് വേറൊരു രൂപത്തിലായിരിക്കും വരിക. ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളത് കൊടുക്കാൻ നോക്കും. ഇതിപ്പോൾ ഞാൻ ഇന്റർനെറ്റ് മാർക്കറ്റിംഗ് സർവീസ് കൊടുത്തു പോകുമ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ ഈ ഒരു സംഭവങ്ങൾ ഇപ്പോൾ ഏതൊക്കെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതല്ല ഇതിന് പുറമേ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആഡ് കസ്റ്റം സർവീസ് അങ്ങനെയും കൊടുക്കാം. സപ്പോസ് ഞാൻ വാട്സപ്പ് ഓട്ടോമേഷൻ, ഓക്കെ, അതും കൊടുത്തു. അപ്പോൾ അതെല്ലാം ഇതായി. പിന്നെ ഇതിന്റെ ബിസിനസ് ഹവേഴ്സ് ആണ് വരുന്നത്. സൺഡേ ഓപ്പൺ ആണോ അല്ലെങ്കിൽ സൺഡേ ക്ലോസ്ഡ് ആണോ, മറ്റുള്ള ദിവസങ്ങളിൽ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ എന്താണ് 9 to 6 കൊടുത്തു. അപ്പോൾ ആ സംഭവങ്ങൾ അങ്ങനെ ഏതായിട്ട് വരും. ഓക്കെ, അപ്പം അതിനനുസരിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി കൊടുക്കുക. ഒരു സെയിം സംഭവം എല്ലാത്തിലും കൂടി ഒറ്റ ക്ലിക്കിൽ. ഓക്കെ, അപ്പോൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കാം. പിന്നെ ബിസിനസിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ, ഇപ്പം നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള, അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ. നമ്മുടെ അവിടെ കാറ്റഗറീസ് കൊടുത്തെങ്കിലും നമ്മളെ കുറിച്ചുള്ള ചെറിയൊരു വിവരണം എന്നുള്ള രൂപത്തിൽ. അപ്പോൾ വി ആർ ഇൻ ബിസിനസ്, ചാറ്റ് ജി പി ടി ഒക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാം കേട്ടോ. നല്ലൊരു ഇതാവും. അപ്പോൾ ചാറ്റ് ജി പി ടി കൊണ്ട് പറയാം, ഞാനൊരു ഗൂഗിൾ മൈ ബിസിനസ് പ്രൊഫൈൽ ഉണ്ടാക്കുകയാണ്. ഐ എം ക്രിയേറ്റിംഗ് എ ഗൂഗിൾ മൈ ബിസിനസ് പ്രൊഫൈൽ. ഇത് ഞാൻ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് പറയണമെന്ന് വെച്ചാൽ, ഒന്ന് ഇത് ഫ്രീ ആണ്. പിന്നെ എന്ത് ആവശ്യത്തിനും ഈ ഒരു സംഭവം ബെസ്റ്റ് ആണ്. അതായത് ഫ്രീ, സാധാരണ പറയും ഇതിന് ലോക്കൽ SEO എന്ന് പറയാം. അപ്പോൾ നമ്മളൊക്കെ ആളുകൾ എടുത്തിട്ട് അടിക്കുന്നതാണ് എന്താണ് റെസ്റ്റോറൻറ്റ് നിയർ മീ, അല്ലെങ്കിൽ ബൊട്ടിക് നിയർ മീ, അല്ലെങ്കിൽ ഈ രൂപത്തിലുള്ളതായിട്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ, അല്ലെങ്കിൽ ബൊട്ടിക് എന്നുള്ള രൂപത്തിൽ അടിച്ചതിൽ. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ ഇവിടെ ഉള്ള ലൊക്കേഷനുള്ള ബിസിനസ്സുകൾ ആദ്യം കാണിക്കും.
അതിലും എന്താണ് ആദ്യം ഈ ഒരു റാങ്കിങ് ഒക്കെ ഉള്ള ബിസിനസ്സുകൾ, കറക്റ്റായിട്ട് പ്രൊഫൈല് കാര്യങ്ങളൊക്കെ കൊടുത്തുള്ള ബിസിനസ്സുകളൊക്കെ. ഇപ്പം ഞാനിപ്പോൾ മാപ്പ് എടുത്തിട്ട് സെലക്ട് ഇതാക്കുകയാണ്. ഇവിടെ ബൊട്ടിക്സ് അടിച്ചു കൊടുക്കും. അപ്പോൾ കണ്ടോ, എൻ്റെ അടുത്ത് ഫസ്റ്റ് വരുന്ന ബൊട്ടിക്ക് ഈ കളേഴ്സ് ബൊട്ടിക്ക് ഞാൻ പറഞ്ഞത്. ബൊട്ടിക്സ് നിയർ മീ അടിച്ചാലും എന്താണ് ആ ഒരു സംഭവമാണ് വരുന്നത്, ആദ്യം വരുന്നത്. ഇനി ഇത് ഇപ്പോൾ എനിക്ക് ഇവിടെ അധികം ഇല്ലാത്ത കാരണം നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ ഇവിടെ ഫിൽട്ടർ ഉണ്ട്. റേറ്റിംഗ് 4 അല്ലെങ്കിൽ 4.5 സോറി 4ൽ കൂടുതലുള്ളൊരു ബൊട്ടിക്ക് വരണം. അപ്പോൾ ആ ഒരു ബൊട്ടിക്ക് ആദ്യം വന്നു. ഇവിടെ ആളുകൾ പല കാറ്റഗറിയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു എന്തൊക്കെ പല ബിസിനസ്സുകളും ഈ ഒരു ഇതിൽ കൊടുത്തിട്ടുണ്ട് ആളുകൾ. കാരണം നോക്കാതെ ഒരൊറ്റ കാറ്റഗറി നോക്കാതെ കൊടുത്തിട്ടാണ് അതെല്ലാം വരുന്നത്. ഇവിടെ എന്താണ് മലബാർ സ്റ്റോർ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ വെറുതെ കയറി വരും. അപ്പോൾ ഈ ഒരു സംഭവത്തിന് ഞാൻ എക്സാമ്പിൾ പറയുന്നത് വെച്ചാൽ എന്താണ്, അപ്പോൾ ഇവരെ എന്താണ് അത്യാവശ്യം ഡീറ്റെയിൽഡ് കാര്യങ്ങളെല്ലാം ഇതായതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ വരാം, ChatGPT വരാം. നമുക്കിവിടെ വേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ബിസിനസ് ഡിസ്ക്രിപ്ഷൻ ആണ് കൊടുക്കുന്നത്. സോറി, I have a boutique. നിങ്ങളെ ബിസിനസ് എന്താണോ വെച്ചാൽ അത് പറയാം. I want to give a description, അല്ലെങ്കിൽ I want to give a business description in my Google My Business Profile. പ്ലീസ് ഗിവ് മീ എന്നോ അല്ലെങ്കിൽ എന്താ പറയാ, ആക്ട് ആസ് എന്നുള്ളോ ഒക്കെ പല രൂപത്തിൽ കൊടുക്കാം. ഞാൻ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് കൊടുക്കാം. പ്ലീസ് ഗിവ് മീ എ സാമ്പിൾ ഡിസ്ക്രിപ്ഷൻ to rank in Google search അല്ലെങ്കിൽ ഗൂഗിൾ ലോക്കൽ സെർച്ച്. അതായിട്ട് അപ്പം എന്താ വെച്ചാൽ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ വെച്ചാൽ ഇതുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന കീവേഡ്സും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും. മറ്റേ നമ്മളൊരു വേർഡിലൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത് കണ്ടോ, വെൽക്കം ടു ദിസ് ബോട്ടിക്, യുവർ ഗോ ടു ഡെസ്റ്റിനേഷൻ ഫോർ സ്റ്റൈലിഷ് വുമൺ ക്ലോത്തിങ്, എത്തനിക് വെയർ, കാഷ്വൽ വെയർ, പാർട്ടി ഔട്ട്ഫിറ്റ് എന്നൊക്കെ ആയിട്ട് ഇവിടെ ലൊക്കേഷൻ കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. വി ഓഫർ എ ക്യൂറേറ്റഡ് കളക്ഷൻ സാരീസ്, കുർത്തീസ്, ഡിസൈനർ ഡ്രസ്സസ്, അങ്ങനത്തെ വരുന്ന കാര്യങ്ങളെല്ലാം അതിൽ വരുന്നുണ്ട്. ഇതെന്തുകൊണ്ട് വെച്ചാല്, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ കൊടുക്കണം എന്തുകൊണ്ട് വെച്ചാല് ഈ റിലേറ്റഡ് ആയിട്ടുള്ള സെർച്ചുകളൊക്കെ ഇന്റർനെറ്റിൽ അല്ലെങ്കിൽ ഈ ഇതുമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ കീവേഡ്സ് ഉള്ള കാരണം നമ്മുടെ പ്രൊഫൈല് ആദ്യം ഇതായിട്ട് വരും. ഇത് ചെറിയൊരു കാര്യമാണ്, ചെറിയൊരു പിന്നെ സംഭവമാണ്, പക്ഷെ എന്നാലും നല്ല വാല്യൂ കിട്ടുന്നൊരു കാര്യമാണ്. പാർട്ടി ഔട്ട്ഫിറ്റ്, ഈ ലൊക്കേഷൻ വേണം അല്ലെങ്കിൽ ഈ ഒരു ടൗണിന്റെ ഇത് വേണം എന്നൊന്നും ഞാൻ പറയുന്നില്ല.
വി ഓഫർ ക്യൂറേറ്റഡ് കളക്ഷൻ ഓഫ് കുർത്തീസ്, അത് ഇത് എല്ലാം പറഞ്ഞിട്ട് ഇതായിട്ട്. അപ്പോൾ എന്ത് ചോദിച്ചാൽ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിൽ വന്നു. ആളുകൾ മിക്കതും സെർച്ച് ചെയ്യാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ ഇത് വന്നു. ഇപ്പോൾ എത്നിക് വെയർ, അത് ആളുകൾ സെർച്ച് ചെയ്യും. കാഷ്വൽ വെയർ, പാർട്ടി ഔട്ട്ഫിറ്റ്, സാരീസ്, കുർത്തീസ്, ഇങ്ങനെയൊക്കെ പിന്നെ ഓരോ വെഡ്ഡിങ് റിലേറ്റഡ് ആയിട്ട് ഇങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ബ്ലൗസ് ഡിസൈനിങ് കണ്ടോ, ഇതൊക്കെ റിലേറ്റഡ് ആയിട്ട്. ഇനി ഇതെല്ലാം വേറെ എന്തെങ്കിലും സംഭവങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോംപ്റ്റ് ചെയ്യുന്ന സമയത്തും പറഞ്ഞു കൊടുക്കുക. ഞങ്ങൾ ഇന്ന രൂപത്തിൽ, അപ്പോൾ ഞങ്ങൾ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള രൂപത്തിലുള്ള പ്രൊഡക്റ്റുകളാണ് അല്ലെങ്കിൽ ആ സംഭവങ്ങളാണ് ചെയ്യുന്നത്. പിന്നെ കണ്ടോ, സ്റ്റിച്ചിങ് ഉണ്ട്, ഹോം ഡെലിവറി ഉണ്ട്, അല്ലെങ്കിൽ വുമൺസിന്റെയും കിഡ്സിന്റെയും ബ്രൈഡൽസിന്റെയും വെസ്റ്റേൺ രൂപത്തിലൊക്കെ ചെയ്യുന്നത്. അപ്പൊ എന്താ വെച്ചാൽ അതും കൂടി ഉൾപ്പെടുത്തിയിട്ട് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് നമുക്ക് കിട്ടും. അതല്ല, ഈ സംഭവങ്ങളൊക്കെ എന്നുണ്ടെങ്കിൽ അതും ഉൾപ്പെടുത്തും. അപ്പോൾ ഞാൻ ചെറിയൊരു രൂപത്തിൽ കൊടുത്തു എന്ന് മാത്രം. അത് നെക്സ്റ്റ് പ്രസ് ചെയ്യുക. ഇതിൽ ഇപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സംഗതി ഇവിടെ 750 ക്യാരക്ടേഴ്സ് വരെ നമുക്ക് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒരു 500 വരെ കൊടുത്തുള്ളൂ. ഇനി കൊടുക്കാനുള്ള സ്പേസ് ഉണ്ട്, വേണമെങ്കിൽ ഇത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ പിന്നെ നമുക്ക് സ്റ്റോർ ഫ്രണ്ടിന്റെ ഒരു ഫോട്ടോ കൊടുക്കാൻ പറയും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്റ്റോറിന്റെ ഫ്രണ്ട് എന്നുള്ളൊരു ഫോട്ടോ, കാരണം അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ആ ഒരു സംഭവം ഒന്നും ഇല്ലാത്ത കാരണം ജസ്റ്റ് ഒരു ഫോട്ടോ കൊടുക്കുകയാണ്. ഇനി ഒന്നല്ല, കൂടുതൽ ഫോട്ടോസും കൊടുക്കാം വേണമെങ്കിൽ. അപ്പൊ ആ ഒരു ഫോട്ടോയിൽ നമ്മളെ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. പിന്നെ കൂടുതൽ ഫോട്ടോസ് ഇട്ടുകൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് സെലക്ട് ചെയ്യാം. മൾട്ടിപ്പിൾ ഫോട്ടോസ് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇത് ഫോണിലും ഉണ്ട്, എല്ലാത്തിലും ചെയ്യാൻ പറ്റും, ഡെസ്ക്ടോപ്പിൽ നിന്നും ഒക്കെ ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പോൾ ഈ ഒരു 2 ഫോട്ടോ ഇട്ട് കൊടുക്കാം. അപ്പോൾ അറ്റാച്ച് ആവും. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. പിന്നെ നമുക്ക് ഒരു ഇപ്പോൾ ഗൂഗിളിൽ അഡ്വർടൈസ് ചെയ്യാൻ എന്താണ് അവർ കുറച്ച് ക്രെഡിറ്റ് തരും എന്ന് പറയുന്നുണ്ട്. അതിപ്പോൾ പുതിയ പ്രൊഫൈൽ അല്ലെങ്കിൽ പുതിയ ഇതിലൊക്കെ വരുന്നതാണ്. 20,000 ഒരു ക്രെഡിറ്റ് തരുന്നുണ്ട്. അത് നമ്മൾ ഗൂഗിളിൽ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഉപകാരപ്പെടുള്ളൂ. ഇതിൽ നമുക്ക് ഉപകാരപ്പെടുന്നില്ല. ഇത് ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യാം, അല്ലാതെ ഇപ്പൊ നമുക്ക് ക്ലെയിം ചെയ്യാം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അത് ആ ഗൂഗിൾ ആഡ് ചെയ്താലേ അത് കിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യാം. പിന്നെ എന്താ പറയാ, കസ്റ്റം ഡൊമൈൻ വേണമെന്നുള്ളത് അതിപ്പോൾ വെബ്സൈറ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ആവശ്യമില്ല. എന്നിട്ട് അവർ പറയും നിങ്ങളുടെ ഒരു ഇതെല്ലാം വിസിബിൾ ആവുക, ഇത് വെരിഫൈ ചെയ്തതിന് ശേഷമുള്ളൂ. ഓക്കെ, കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ പറയും നിങ്ങളെ ഒരു ബിസിനസ് വിസിബിൾ അല്ല. അതെന്ന് വെച്ചാൽ അവർ ഒന്ന് വെരിഫൈ ചെയ്യും. ഇപ്പൊ നമ്മൾ കൊടുത്ത ഈ ഒരു ഡീറ്റെയിലും ഫോട്ടോ ഇതൊക്കെ ആയിട്ട് ആ ഫോട്ടോ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആ ഒരു പേരും ഫോൺ നമ്പർ, മെയിൻ ആയിട്ട് പേരും ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ. പിന്നെ ഇപ്പോൾ നമ്മൾ ഇത് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ആ ഗൂഗിൾ മാപ്പ് ഡാറ്റ ഉണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടല്ലോ, നമ്മൾ ഈ ഒരു റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ ഇവിടുത്തെ ആ ഒരു സാറ്റലൈറ്റ് ഡാറ്റ ഉണ്ടല്ലോ, ഇത് വെച്ചിട്ടാണ് ഇതെല്ലാം ഇതാവുന്നത്. അവിടെ ഇവിടെ ഇപ്പൊ നേരത്തെ ഇവിടെ കളേഴ്സ് ബോട്ടിക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രീറ്റ് വ്യൂ എടുത്തു കഴിഞ്ഞാൽ
ഉണ്ടോ ഇതേപോലെ ഇപ്പോൾ ഇത് ആ ഒരു സ്ട്രീറ്റ് വ്യൂ ആണല്ലോ. ഇവിടെ ഇപ്പോൾ നമ്മളെ എന്താണ് ആ ഒരു നെയിം ബോർഡും അഡ്രസ്സും ഇതെല്ലാം അല്ലെങ്കിൽ ഫോൺ നമ്പറും ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഗൂഗിളിൽ സിമ്പിളായിട്ട് വെരിഫൈ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ഷോപ്പ് ഫ്രണ്ട് എന്നുള്ള ഈ ഒരു സംഭവത്തിന് എന്താണ് ഫോൺ നമ്പറും ഈ ഒരു ഫോട്ടോയും ഇതൊക്കെ ഉള്ള ഒരു സംഭവം മസ്റ്റാണ്. പിന്നെ കുറച്ചുകൂടി ഈ ഒരു സംഭവം വെരിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡിപ്പെൻസ് ഓൺ പല ബിസിനസ്സിനും ഇപ്പോൾ ഒരു ഫുഡ് റെസ്റ്റോറൻറ്റ് ബിസിനസ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ FSSAI അല്ലെങ്കിൽ ആ ഒരു ലൈസൻസ് കൂടി ചോദിക്കും. അങ്ങനെ പല ബിസിനസ്സുകൾക്കും ഇതായിട്ട് ഇപ്പൊ ഞാനിപ്പോ ഈ എൻ്റെ ഒരു സംഭവം ചെയ്യുമ്പോൾ എനിക്ക് ഇതുപോലെ തന്നെ നമുക്ക് പിന്നെ പുറത്തുനിന്ന് ഉള്ളിലേക്ക് ഒരു ഓഫീസാണ് എന്നുള്ളൊരു സംഭവം അവർക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മളിവിടെ ചെയർ കസേര പിന്നെ ചെയറും കസേരയും ഒന്നാണ് ചെയറും ടേബിളും പിന്നെ അതിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉണ്ട് എന്ന രൂപത്തിൽ കാണാനൊക്കെ വേണ്ടിയിട്ട് ഒരു ഓഫീസാണെന്നുള്ള രൂപത്തിൽ അതിന്റെ ഫോട്ടോ അല്ലെങ്കിൽ ഒരു 15 സെക്കൻഡ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല ഓപ്ഷൻസും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ഗൂഗിളിൽ ലിസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ജസ്റ്റ് ഈ ഒരു നെയിം ബോർഡ് മസ്റ്റ് ആണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പ്രൊഫൈൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഓരോ തവണ എഡിറ്റ് ചെയ്യുമ്പോഴും നമുക്കത് എന്താണ് ഇതുപോലെ റിവ്യൂവിനൊക്കെ പോയിട്ടാണ് പിന്നെ അത് ഇതായിട്ട് വരുള്ളൂ, അപ്രൂവ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഗൂഗിൾ റിക്വയർസ് അഡീഷണൽ ഇൻഫോ ടു വെരിഫൈ ദ മാനേജ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഗെറ്റ് വെരിഫൈഡ് കണ്ടോ ബിസിനസ് വീഡിയോ ചോദിക്കുന്നുണ്ടോ. അപ്പോൾ നമ്മുടെ എന്താണ് പുറത്തുനിന്ന് ഇപ്പോൾ നമ്മുടെ ആ ഒരു നെയിം ബോർഡും പിന്നെ എന്താ പറയാ ആ ഒരു ഡോറ് തുറന്ന് ഉള്ളിലേക്ക് വരുന്ന രൂപത്തിലുള്ളൊരു വീഡിയോ, ബിസിനസ് വീഡിയോ 30 സെക്കൻഡ് സംതിങ് ആണ് ഇത് ഉണ്ടാവുക. അത് നമ്മളാ ഒരു സംഭവത്തിൽ എന്താണ് ഇപ്പോൾ ഇതിൽ ബിസിനസ് വീഡിയോ സെലക്ട് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും എന്തൊക്കെ വേണമെന്ന്. സറൗണ്ടിങ് ഏരിയാസിന്റെ ഇപ്പോൾ ഇവിടുത്തെ ഒരു സറൗണ്ടിങ് ഏരിയാസിന് ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്ത് ഇങ്ങനെ കൊടുക്കുക. ബിസിനസ് നെയിം പ്രിന്റഡ് ഫിക്സഡ് ആയിട്ട് പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുള്ള സൈൻ ബോർഡ് അത് ഉണ്ടാവണം. അതായത് നമ്മളൊരു താൽക്കാലിക രൂപത്തിലായിട്ട് തോന്നരുത്. അപ്പോൾ എന്നിട്ട് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കൊണ്ട് ഇവിടെ സ്റ്റാർട്ട് റെക്കോർഡിംഗ് എന്നുള്ള രൂപത്തിൽ ഞാൻ ഈ സ്റ്റാർട്ട് റെക്കോർഡിംഗ് കൊടുത്തു കഴിഞ്ഞാൽ മൊബൈലിൽ ഓപ്പൺ ചെയ്യാനുള്ള ഒരു QR കോഡ് ആയിട്ടാണ് വരും. മൊബൈലിൽ തന്നെ ചെയ്യുന്നെങ്കിൽ നമ്മുടെ ക്യാമറ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ചേഞ്ച് ഓപ്ഷനാണ്, വെരിഫൈ ലേറ്റർ എന്നുള്ള ഇതായിട്ടാണ്, വേറൊന്നും ഇതില്ല. കാരണം ഇത് മസ്റ്റാണ്, എന്നാലാണ് ഇത് വെരിഫൈഡ് ആയിട്ട് വരുള്ളൂ. ഇപ്പോൾ എൻ്റെ ഒരു മറ്റൊരു അക്കൗണ്ട് കാണിച്ചു, ഇതുണ്ടോ, ഇതിപ്പോൾ എൻ്റെ കമ്പനി ഇതാണ്, ഇത് വെരിഫൈഡ് ആണ്. ഇവിടെ കണ്ടോ ഈ ഒരു ടാഗ് വന്നിട്ടുണ്ട്, യുവർ ബിസിനസ് ഇതായിട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ ഇതിൻ്റെ ഒരു ഫോൺ നമ്പർ എഡിറ്റ് ചെയ്യുന്നത് അതിപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല. കാരണം ഇവിടെ ഒരു ജസ്റ്റ് ഒരു പെൻഡിങ് എന്നുള്ളതായിട്ട്, കാരണം ഇത് കാരണം ആളുകൾ ഈ ഒരു പ്രൊഫൈൽ എടുത്തു പോയി കഴിഞ്ഞാൽ ഇവിടെ ഫോൺ നമ്പർ കാണൂല. അത് അപ്രൂവ് ആയാലേ ഉള്ളൂ ഫോൺ നമ്പർ വിസിബിൾ ആയിട്ട് വരുള്ളൂ, ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ ചെയ്യുക, ബിസിനസ് ഇതായിട്ട് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഒരു പ്രൊഫൈല് ആണ് വരുന്നത്. പിന്നെ അതിൽ വെബ്സൈറ്റ്, ഫോട്ടോസ് പിന്നെ അങ്ങനെ ആഡ് ചെയ്യാം. പിന്നെ എന്ത് ചെയ്യും, നമ്മളിപ്പോൾ ഈ ഒരു സംഭവം മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. ഇത് വെരിഫൈ ആയതിനു ശേഷം എന്ത് ചെയ്യാം, ഇതുപോലെ ഇവിടെ ഷെയർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇത് കഴിഞ്ഞ് ഈ ഒരു ലിങ്ക് കിട്ടും, കണ്ടോ, ക്ലിക്ക് ടു കോപ്പി ലിങ്ക്. ഈ ഒരു ലിങ്ക് കോപ്പി ചെയ്യാം. എന്നിട്ട് ആ ഒരു സംഭവം ഇപ്പോൾ നമുക്കൊരു QR കോഡായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇത് ജനറേറ്റ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ പാക്കിങ്ങിലോ അല്ലെങ്കിൽ മറ്റുള്ള പോസ്റ്ററിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇതിലൊക്കെ ഇട്ട് കൊടുക്കുക. ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ എന്താണ് കാര്യമുണ്ട്, ഇൻസ്റ്റഗ്രാം മറ്റുള്ള പ്രൊഫൈൽ ഉണ്ടാക്കുമ്പോൾ അവിടെ അതിൻ്റെ ഒരു കാര്യം കൊടുക്കുക. അപ്പോൾ ഈ കളർ സ്പോട്ടിൽ ഉണ്ടോ ഞാൻ നോക്കട്ടെ, ഇവിടെ കൊടുത്തിട്ടില്ല.
ഇവിടെ ഒരു ലിങ്ക് കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ആളുകൾക്ക് വിസിറ്റ് ചെയ്യേണ്ടവർക്ക് അവർക്ക് ആ ഒരു ജസ്റ്റ് ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് വരേണ്ട ഓപ്ഷനേ ഉള്ളൂ. ഈ എഡിറ്റ് പ്രൊഫൈൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഫോണിൽ ചെയ്താലേ കാണും. ഇവിടെ ഒരു ലിങ്ക് കൂടുതൽ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ പ്രൊഫൈൽ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്ക് സിമ്പിളായിട്ട് ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ കാണുമ്പോൾ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് വരാനുള്ള ഓപ്ഷനായി. അല്ലാണ്ടെങ്കിൽ ആളുകൾ പിന്നെ ചോദിച്ചുകൊണ്ടിരിക്കും ലിങ്ക്, പിന്നെ ലൊക്കേഷനോടെ ലൊക്കേഷൻ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ മതി, കൂടുതൽ വിവരങ്ങൾക്ക് നമ്പറിൽ കണക്ട് ചെയ്യാം. ഇനി അതല്ല ഡയറക്റ്റ് വരേണ്ടവർക്ക് ലൊക്കേഷൻ ബയോയിലുണ്ട്. ഇതിന് ബയോ എന്നാണ് പറയാം. ബയോയിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ എന്താവും, ബയോ നോക്കി എടുത്തിട്ട് നോക്കും. സിമ്പിൾ. അല്ല നേരത്തെ പറഞ്ഞ പോലെ QR കോഡ് ജനറേറ്റ് ചെയ്യണം, അങ്ങനെയാണെങ്കിൽ ആ ഒരു രൂപത്തിൽ ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഈ ഒരു ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലിൽ ഇത്രയാണ് വരുന്ന കാര്യം. ഇത്രയല്ല, സോറി, ഇച്ചുകൂടിയുണ്ട്. പിന്നെ ഇവിടെ റിവ്യൂ വരുമ്പോൾ ഇപ്പൊ നമ്മൾ ഈ കൊടുത്ത ഈ ഒരു ലിങ്ക് ഉണ്ടല്ലോ, ഇപ്പൊ ഞാനിപ്പോ നേരത്തെ കോപ്പി ചെയ്ത ലിങ്ക്, ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, സോറി, ഞാൻ ഈ വേറൊരു ഇതിൽ ഓപ്പൺ ചെയ്തേക്കാം, ഇതിൽ വരില്ല. ഇത് എൻ്റെ ബിസിനസ് പ്രൊഫൈലാണ്, നമ്മൾ പുതിയത് ക്രിയേറ്റ് ചെയ്തതല്ല. കണ്ടോ, ഇങ്ങനെ ആയിരിക്കും ഇത് വരിക. ഇനി അല്ലാണ്ടെങ്കിൽ നേരെ ഇതിപ്പോൾ ഗൂഗിൾ സെർച്ചിലേക്ക് വന്നതാണ്, നേരെ ഒരു പ്രൊഫൈലിലേക്കാണ് നമുക്ക് ഇതിലേക്ക് വരിക. അപ്പോൾ അത് വെച്ചിട്ട് പിന്നെ എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ആളുകൾക്ക് റിവ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. റിവ്യൂ ചെയ്യാൻ ഓപ്ഷൻ വരും. അപ്പോൾ അവർക്ക് നമുക്ക് മറ്റുള്ളവരെ കൊണ്ട് റിവ്യൂ ചെയ്യിപ്പിക്കാൻ സിമ്പിളാണ്. വെറൈറ്റി റിവ്യൂ എന്നുള്ള ഒരു സംഭവം കൊടുത്തിട്ട്, അപ്പോൾ ആ റിവ്യൂ ചെയ്യിപ്പിക്കുമ്പോൾ എന്താണ്, അതിൽ ഒരു 1-2 ഫോട്ടോ കൂടി അവരെ കൊണ്ട് എടുപ്പിച്ചിട്ട് അല്ലെങ്കിൽ അവരെ ഇതാക്കുക. റിവ്യൂ ചെയ്യിക്കുമ്പോൾ പിന്നെ ഉള്ള സംഭവങ്ങളാണ് പിന്നെ വരുന്നത്. അപ്പോൾ ഇവിടെ ഈ പ്രൊഫൈൽ ഉണ്ടാക്കി അത് എഡിറ്റ് ചെയ്യാൻ ഇവിടെ ഓപ്ഷൻ ഉണ്ട്. സെയിം തന്നെയാണ് മൊബൈൽ, ഇപ്പൊ നമ്മുടെ ഫോണിൽ കിട്ടുക. വരുന്ന റിവ്യൂസ് ഇപ്പൊ നമുക്ക് റീഡ് ചെയ്യാൻ, ഞാനിപ്പോ ഇവിടെ എനിക്ക് വന്ന റിവ്യൂ ഉണ്ട്, ഇവിടെ കാണാൻ പറ്റും. അത് റിവ്യൂ ചെയ്യാനും അതിന് റിപ്ലൈ കൊടുക്കാനും ഇവിടെ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതല്ല, ഇത് റിപ്പോർട്ട് ചെയ്യണം, ഇത് സ്പാം ആണ് അല്ലെങ്കിൽ ഫേക്ക് അക്കൗണ്ട് എന്നാണ്, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ട് ഇതാവാൻ കാര്യങ്ങളുണ്ട്. ഈ ഒരു സംഭവമാണ് റിവ്യൂവിനേക്കുള്ള ഒരു ഷോർട്ട് ലിങ്ക് ഇതായിട്ട്. ഈ സംഭവം എന്താണ്, റിവ്യൂ ലിങ്ക്, അതായത് എൻ്റെ ഒരു ആ ബിസിനസിന്റെ ഒരു പേജിന്റെ ലിങ്കും ഉണ്ട്, പ്ലസ് റിവ്യൂ എന്നുള്ള ഒരു ഇതിലേക്ക്. അപ്പൊ ആ റിവ്യൂയിലേക്ക് ഈ ഒരു QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിയേ, നിങ്ങളെ ഫോൺ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്തു ഉണ്ടായിക്ക്. അപ്പൊ ഞാൻ വരുന്നത് കാണിച്ചു തരാം. ഈ രൂപത്തിലുള്ള ഡയറക്റ്റ് ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്ത് തരാം. എൻ്റെ ഞാൻ ഇപ്പോൾ സ്കാൻ ചെയ്യുകയാണ് ഈ ഒരു QR കോഡ്. അത് ഇങ്ങനെ ഇതായിട്ട് വരും. അപ്പൊ ഞാനത് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്യുമ്പോൾ നേരെ
റിവ്യൂ ചെയ്യാനുള്ള ആ ഒരു ഇതിലേക്കാണ് വരിക. അപ്പോൾ ഇവിടെ നമുക്ക് ഈ എത്രയാണ് 1 സ്റ്റാറോ 2 സ്റ്റാറോ 5 സ്റ്റാറോ എത്രയാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ആ സ്റ്റാർമ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് അറിയാലോ റിവ്യൂ ചെയ്യുന്ന സംഭവമൊക്കെ. പിന്നെ എന്താണ് അവിടെ ഒരു കമന്റ് ചെയ്യേണ്ടത് വെച്ചാൽ റിവ്യൂ എന്താണെന്ന് വെച്ചാൽ അത്. പിന്നെ ഫോട്ടോസ് ആഡ് ചെയ്യാൻ ഫോട്ടോസ്, ഇപ്പോൾ നമ്മൾ എടുത്ത ഫോട്ടോസ് എവിടെയാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്തു. ഫോട്ടോസ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും എന്നുള്ളതാണ്. നിങ്ങളെ കസ്റ്റമേഴ്സ് ഇതുപോലെ വരുമ്പോഴും അല്ലെങ്കിൽ ഇപ്പോൾ ആളുകളെ കൊണ്ട് റിവ്യൂ, മറ്റുള്ള വരാത്ത ആളുകളെ കൊണ്ട് അല്ലെങ്കിൽ വെറുതെ കുറെ ആളുകളെ കൊണ്ട് റിവ്യൂ ചെയ്യിക്കരുത്. കാരണം നമ്മുടെ ലൊക്കേഷൻ ഓൾറെഡി ട്രാക്കിങ്ങിലാണ്. അപ്പോൾ ഇവിടെ വരാത്ത ഈ ഒരു ലൊക്കേഷനിൽ വരാത്ത ആളുകളെ കൊണ്ട് കുറെ ആളുകളെ കൊണ്ട് റിവ്യൂ ചെയ്യിപ്പിക്കുമ്പോൾ അത് സ്പാം അല്ല, പക്ഷെ അതൊരു അക്കൗണ്ട് ഫ്ലാഗ് എന്നുള്ള ഇതിലേക്ക് പോകും. നമ്മുടെ ഈ ഒരു ബിസിനസ് അക്കൗണ്ട് അല്ല, അവർ ചെയ്യുന്ന ആളുകളുടെ അക്കൗണ്ട് ഒരു ഫ്ലാഗ് ചെയ്യും പിന്നെ ഗൂഗിളായി. അപ്പൊ അങ്ങനത്തെ ഒരു ഇതുണ്ട്. പിന്നെ നമുക്കും ചെറിയൊരു പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു ഫേക്ക് റിവ്യൂ എന്നുള്ള രൂപത്തിൽ ഉള്ളൊരു ഇതായിട്ട് വരും. നമുക്ക് പുറമെ കാണാനൊന്നും കഴിയില്ല. കാരണം ഗൂഗിളിന്റെ അറിയാലോ ഇപ്പൊ നമ്മൾ ഏതിലേക്ക് പോകുന്നുണ്ട്, എവിടെയൊക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മളെ ലൊക്കേഷൻ ഫുള്ള് ഈ ആൻഡ്രോയിഡ് ഉപയോഗിക്കുന്നവരും അല്ലെങ്കിൽ ഏത് സംഭവം ഉപയോഗിക്കുന്നതും ഗൂഗിൾ മാപ്പ് എന്നുള്ളൊരു സംഭവം ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ എവിടെ പോയി എന്നാലും പിറ്റേ കുറച്ച് കഴിയുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും, ഈ സംഭവത്തിൽ പോയിരുന്നു, എങ്ങനെയുണ്ട് അവിടുത്തെ ഒരു സർവീസ് അല്ലെങ്കിൽ എങ്ങനെയുണ്ട് അവിടുത്തെ ഒരു സംഭവം എന്ന് ചോദിച്ചിട്ട്. ഞാനിപ്പോ കുറച്ച് മുമ്പ് ഒരു സ്ഥലത്ത് പോയിരുന്നപ്പോൾ ഇവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് നോട്ടിഫിക്കേഷൻ വന്നു റിവ്യൂ ചെയ്യാൻ വേണ്ടി. നമ്മളെ ഫുള്ള് ട്രാക്കിങ്ങിൽ എന്നുള്ള രൂപത്തിൽ. അപ്പോൾ ആ സംഭവങ്ങൾ കൊടുക്കുക. പിന്നെ നമുക്കിപ്പോ ഇതുപോലെ ഇവിടെ എഡിറ്റ് അല്ലെങ്കിൽ ഈ സംഭവം എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഫോണിലെ സംഭവം കാണിച്ചു. അതില് എഡിറ്റ് പ്രൊഡക്റ്റ്, എഡിറ്റ് സർവീസ്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും അതിൽ പ്രൊഡക്റ്റോ സർവീസോ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ക്രീൻ അല്ല, ബിസിനസ് പ്രൊഫൈൽ എന്നുള്ള ഇതെടുത്താലും മതി. ഇതാണ് ഇപ്പോൾ സ്ക്രീന്, ഫോൺ സ്ക്രീൻ, അതായത് ഫോൺ സ്ക്രീൻ ഓക്കെ. ഈ ഒരു ഇതിലേക്ക് കാണിച്ചത് ഒന്നുമില്ല. ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുണ്ടെങ്കിൽ ഫോട്ടോ സെലക്ട്, കൂടുതൽ ഫോട്ടോസ് ഇട്ട് കൊടുക്കാം. വളരെ നല്ലൊരു സംഭവമാണ് ഇതുമായി റിലേറ്റഡ് ആയിട്ട്. പിന്നെ അപ്ഡേറ്റ്, ഇപ്പൊ നമുക്ക് ഒരു പോസ്റ്റ് ചെയ്യുന്ന രൂപത്തിൽ അപ്ഡേറ്റ് എവിടെ വരികയെന്ന് വെച്ചാൽ ഇപ്പൊ നമുക്കൊരു ഡെയിലി അവിടെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ. അപ്പൊ അപ്ഡേറ്റ് ഇട്ടിട്ട് കുറച്ചുകൂടി ഇതാവും. ഇപ്പൊ നമുക്ക് ഇതിൽ പുതിയ ഓഫർ ആഡ് ചെയ്യണമെന്നില്ല, അത് അല്ലെ പുതിയ ഫോട്ടോ അങ്ങനത്തെ അപ്ഡേറ്റുകൾ, എന്തെങ്കിലും ടെക്സ്റ്റ് കാര്യങ്ങൾ കൊടുത്തിട്ട് അങ്ങനെ. പിന്നെ എന്തെങ്കിലും ഇവന്റ് സംഭവങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ആ ഒരു രൂപത്തിൽ നല്ലൊരു ഇതൊക്കെ ആയിട്ട്. എന്നുവെച്ചാൽ ഇത് ഗൂഗിൾ റാങ്കിങ്ങിനെ നമുക്ക് ഉപകാരപ്പെടും എന്നാണ് പറയുന്നത്. പിന്നെ പെർഫോമൻസ്, ഇപ്പൊ അതില് എത്ര ആളുകൾ അല്ലെങ്കിൽ ആ ഒരു സംഭവം വിസിറ്റ് ചെയ്യുന്നുണ്ട്, എത്ര ആളുകൾ നോക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഫോൺ നമ്പർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എത്ര ആൾ ആ ഒരു സംഭവം ക്ലിക്ക് ചെയ്തിട്ട് ഫോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഫോൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ചാറ്റിലേക്ക് വരുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ബുക്കിംഗ് റിലേറ്റഡ് ഒക്കെ ആയിട്ടിരിക്കും. അതുപോലെ ഡയറക്ഷൻ എത്ര ആളുകൾ നോക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടെ ഇട്ട് കൊടുക്കല്ലോ. ഇപ്പൊ ഗൂഗിൾ മാപ്പ് ഡയറക്ഷൻ ലൊക്കേഷൻ ഇതാവുമല്ലോ, ട്രൈ ചെയ്യുമല്ലോ നമ്മള് ഒരു സ്ഥലത്തേക്കുള്ള ആ ഒരു സംഭവമാണ് ഇവിടെ വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ അറിയാൻ പറ്റും നമ്മുടെ ഇതിലേക്ക് ആൾ വരുന്നത്. അതുപോലെ വെബ്സൈറ്റ് ആരെങ്കിലും ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവം. അങ്ങനെ അതിന്റെ പെർഫോമൻസ്. പിന്നെ അഡ്വർടൈസ്, ഗൂഗിൾ ഈ ഒരു സംഭവത്തെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അത് ഗൂഗിൾ ആഡിൽ വരുന്നതാണ്. അത് കുറച്ചധികം വരുന്നുണ്ട്. ഞാൻ പിന്നെ ഇതാക്കി തരാം. ഈ സംഭവം പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യാനും അല്ലെങ്കിൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസുകൾ ആഡ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പൊ ആഡ് പ്രൊഡക്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ്, പ്രൊഡക്റ്റ് നെയിം, എന്ത് കാറ്റഗറിയാണ് വരുന്നത്, അതിന്റെ പ്രൈസിങ് എത്രയാണ് തുടങ്ങിയ കാര്യം, ആ പ്രൊഡക്റ്റിന് ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഓപ്ഷണലാണ്. പിന്നെ
അതെന്തെങ്കിലും ഒരു ലിങ്കിലേക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു രൂപത്തിൽ കൊടുക്കാം. അതിന്റെ ഫോട്ടോ ആഡ് ചെയ്യാം. അങ്ങനെ ഇതായിട്ട് കൊടുക്കും. ഇനി അതല്ല ഈ ഒരു ലിങ്കിന് പകരം ഇപ്പൊ നിങ്ങൾക്ക് ഒരു വാട്സപ്പിലേക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഇപ്പൊ നമ്മളെ വാട്സപ്പിന്റെ ലിങ്ക് ഉണ്ടല്ലോ, wa.me/ നമ്മുടെ നമ്പർ എന്നുള്ള രൂപത്തിൽ ഇത് പബ്ലിഷ് ചെയ്യാം. അല്ല സർവീസ് ആണെങ്കിലും അങ്ങനെ തന്നെ. പിന്നെ സോറി, ഇതുപോലെ നമുക്കതിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ എന്താണ് ബുക്കിങ്സ്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഓൺലൈൻ ഇതായിട്ട് സംഭവങ്ങളാണെങ്കിൽ അതിൻ്റെ ഒരു ലിങ്ക് കാര്യങ്ങൾ ഇട്ട് കൊടുക്കുക. ആ ഒരു ബുക്കിങ്ങിന് വേണ്ടിയിട്ട് ഏതെങ്കിലും പ്ലാറ്റ്ഫോം ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ, ഇപ്പോൾ സപ്പോസ് കലൻഡലി എന്നൊക്കെയുള്ള ഒരു പ്ലാറ്റ്ഫോമിന്, അതല്ല നിങ്ങൾക്ക് വെബ്സൈറ്റിലൊക്കെയാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ. അപ്പോൾ ബുക്കിംഗ് ഒന്നും അത്ര ഒരു ഇമ്പോർട്ടൻറ്റ് ഇതല്ല. ഈ ആസ്ക് റിവ്യൂസ് എന്നുള്ളൊരു സംഭവം നോക്കിയിട്ട് ഇപ്പോൾ നമുക്ക് ഈ ഒരു ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാം മിക്കതിലും. ഇപ്പം നിങ്ങളൊരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാണ്, സപ്പോസ് ഇപ്പോൾ നമ്മുടെ ആ ഒരു പാക്കിങ്ങിൽ ഈ ഒരു QR കോഡ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അവരോട് പറയാം ഈ ഒരു സംഭവത്തിൽ നിങ്ങൾ പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യണമെന്നുള്ളത്. മിക്ക ആളുകളും ചെയ്യും. പിന്നെ സർവീസ് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് മോശം അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നെഗറ്റീവ് റിവ്യൂ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഇതാക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത്ര കാര്യങ്ങളാണ് ഇതിലേക്ക് വരുന്നത്. പിന്നെ എക്സ്റ്റീരിയർ ഫോട്ടോ കാര്യങ്ങൾ, ഇതൊക്കെ അത് നമുക്കിവിടെ ചെയ്യുമ്പോൾ തന്നെ ചെയ്യുന്നുള്ളത്. ഇത് കംപ്ലീറ്റഡ് അല്ല, അതാണ് ഇത്രയും ഒരു സംഭവങ്ങൾ ഇവിടെ പറയുന്നത് കേട്ടോ. ഞാൻ ഈ ഹോളിഡേ അവേഴ്സ് ഇങ്ങനത്തെ പിന്നെ ഇതൊന്നും അധികം ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. ചിലപ്പോൾ നമുക്ക് ഈ ഹോളിഡേ ഹവേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. പല ഹോളിഡേയ്സും പല ഇതിലല്ലേ വരിക. അപ്പോൾ അതൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പിന്നെ മുന്നേ ആഡ് ചെയ്യാൻ നമുക്ക് കഴിയില്ലല്ലോ, കാരണം പല ഹോളിഡേയ്സും 1-2 ദിവസം മുമ്പല്ലേ നമുക്ക് അറിയാനും പറ്റുള്ളൂ. അപ്പൊ അതൊന്നും അത്ര ഇതില്ല. ഇതിന്ന് ഈ ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യാനും ഈ പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്ത് പോവാം. മാക്സിമം റിവ്യൂസ് ഉണ്ടാക്കുക. വെറുതെ കുറെ ആളുകളെ കൊണ്ട് റിവ്യൂ ചെയ്യിക്കരുത്. ഇവിടെ വരുന്ന ഇപ്പൊ ഒരു ആളുകളെ കൊണ്ട് മാക്സിമം റിവ്യൂ ചെയ്യിക്കുക. പിന്നെ റിവ്യൂ വന്നാലും അതിനൊരു ജസ്റ്റ് ഒരു റിപ്ലൈ എന്നുള്ള രൂപത്തിൽ കൊടുക്കും. ഒരു താങ്ക് യു അല്ലെങ്കിൽ ഒരു എന്താണ് അതിനോട് പിന്നെ വരുന്ന റിപ്ലൈ അനുസരിച്ചിട്ട് കൊടുക്കുക. അതുപോലെ അപ്ഡേറ്റുകൾ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ എന്താണ് ഈ ഒരു പ്രൊഡക്റ്റ് എന്നുള്ള രൂപത്തിൽ ഒരു ഫോട്ടോ ഇട്ട് കൊടുക്കണം. ന്യൂ കേക്ക്, അതിന് ഓർഡർ എന്താണ് ഇപ്പോൾ ബുക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഓർഡർ ചെയ്യാൻ, ഇപ്പോൾ ഓർഡർ ഓൺലൈൻ രൂപത്തിൽ ഒരു ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ ഞാൻ ഒരു വാട്സപ്പിന്റെ ലിങ്ക് കൊടുക്കുക. ജസ്റ്റ് അവർക്ക് എന്ത് ചെയ്യും, ആ ഒരു ലിങ്കിൽ ഇതാക്കി കിട്ടും. ഈ ഒരു ലിങ്ക് ഞാൻ സെലക്ട് ചെയ്യാം. റിവ്യൂ കൊടുത്തു. ഓർഡർ ഓൺലൈൻ കൊണ്ടാണ് ഞാൻ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ചാറ്റിലേക്ക് പോകുന്നുണ്ട്. ഇങ്ങനെ കൊടുക്കാവുന്നുള്ളൂ. കുറേ പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് പോസിബിൾ ആയിരിക്കൂല. അപ്പോൾ ഇത് കൊടുക്കണം എന്നൊന്നും നിർബന്ധമില്ല. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുക. ആഡ് ഫോട്ടോസ് എന്നുള്ള ഇതായിട്ടും ചെയ്യാവുന്നതാണ്. ഇത് ഈ ഒരു ആഡ് ഫോട്ടോസ് ഇതിൽ കൂടുതൽ ഫോട്ടോസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പോസ്റ്റ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യും,
അപ്ഡേറ്റ് പോസ്റ്റഡ് എന്നിട്ട് ആയിട്ട് വരും. പിന്നെ കണ്ടോ, ഇതിലാണ് ഈ ഒരു അപ്ഡേറ്റ് എന്നുള്ള ഇവിടെയാണ് ഈ ഒരു രൂപത്തിലാണ് വരും. ഫോട്ടോസ് പിന്നെ നമുക്ക് ഇവിടെ ഇരുന്നിട്ടും മൾട്ടിപ്പിൾ ഫോട്ടോസ്, ഇപ്പോൾ ഒന്നിലധികം ഫോട്ടോസ് സെലക്ട് ചെയ്തെടുത്ത് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ പ്രൊഫൈലിൽ ആളുകൾ എടുത്തു നോക്കുന്ന ഈ ഒരു സംഭവത്തിൽ ഫോട്ടോസ് കൂടുതലുണ്ടാവും. പിന്നെ എഡിറ്റ് പ്രൊഫൈൽ ഞാൻ പറഞ്ഞല്ലോ, ഈ എഡിറ്റ് പ്രൊഫൈലിൽ നമുക്ക് ഇപ്പോൾ നമ്മൾ വെബിനാറിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഇവിടെ ഒരു വാട്സപ്പിൻ്റെ ഒരു സംഭവം ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ മുമ്പൊക്കെ ഇവിടെ ഈ ഒരു ചാറ്റും ടെക്സ്റ്റ് മെസ്സേജ് ആയിരുന്നു. ഇപ്പോൾ ഗൂഗിൾ ചാറ്റ് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതില്ല, ഇപ്പോൾ അവർ റിമൂവ് ചെയ്തു. ഇപ്പോൾ ടെക്സ്റ്റ് മെസ്സേജും വാട്സപ്പ് വേണം. വാട്സപ്പിലേക്കൊരു ലിങ്ക് ഇതാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കൊടുക്കുക, ഇവിടെ ഈ രൂപത്തിൽ അതിൻ്റെ ഒരു ലിങ്ക് കൊടുക്കുക, wa.me/ നമ്മുടെ നമ്പർ നല്ലതായിട്ട്, എന്നിട്ട് അത് സേവ് ചെയ്യാം. അപ്പോൾ അത് ഓക്കെ ആവും. അപ്പോൾ അത്രയും കാര്യങ്ങൾ. പിന്നെ ഇവിടെ നമ്മുടെ പ്രൊഫൈലിന്റെ സ്ട്രെങ്ത് ഒക്കെ കാണിക്കും, എത്ര സംഭവങ്ങൾ നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര ഇനി ബാലൻസ് ഉണ്ട് എന്നുള്ള രൂപത്തിലാണ്. അപ്പോൾ അത് ഫുള്ള് അല്ലെങ്കിൽ 100% കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിച്ചോളൂ. ഇല്ല, ഇത് ഓക്കെയാണ്. ഞാൻ ഇതിനെ കുറിച്ചിട്ട് ആലോചിച്ചിട്ടില്ല, ഇങ്ങനെ അഡ്രസ് കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് അതിന് മുമ്പ്. ഇതുവരെ ചെയ്തിട്ടില്ല? ഇല്ല, ഇത് ചെയ്തിട്ടില്ല. ചെയ്യേണ്ടതായിട്ട്. ക്ലിയർ ആയല്ലോ? അത് ക്ലിയർ ആണ്, ഇത് ക്ലിയർ ആണ്. ഒന്നുകിൽ നമ്മുടെ ഗൂഗിൾ മാപ്പ് എടുത്തിട്ട് കറക്റ്റ് ലൊക്കേഷൻ ഇതാക്കിയിട്ട് അവിടെ പിന്നെ നമുക്ക് ലൊക്കേഷൻ കറക്റ്റ് ആക്കാം. പക്ഷെ എന്നാലും ഫസ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ നല്ല നമ്മുടെ ലൊക്കേഷൻ അല്ലേ നോക്കുക. അവിടെ പോവാ, ഈ ഒരു ആഡ് യുവർ ബിസിനസ് ഉണ്ടാവും. ഓക്കെ, അത് കൊടുക്കുക. അപ്പൊ അടുത്ത വിൻഡോയിലേക്ക് അത് പോയിട്ട് അങ്ങനെ ഈ സെയിം സ്റ്റെപ്പുകൾ തന്നെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്, ആർക്കും ചെയ്യാവുന്ന ഇതാണ്. ഫോൺ നമ്പർ ഉള്ളൊരു ബോർഡ്, നമ്മളെ സൈൻ ബോർഡ് ഉണ്ടാവുക, അവിടെ നിന്നുള്ളൊരു വീഡിയോയും ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് വരും. പിന്നെ ചിലപ്പോൾ ഈ ഫോൺ നമ്പർ വെരിഫിക്കേഷൻ പെൻഡിങ് ഇതൊക്കെ ആയിട്ടൊക്കെ നിൽക്കും. അപ്പോൾ ഒന്നുകൂടി അത് റിമൂവ് ചെയ്തിട്ട് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് വരും. പിന്നെ ചിലപ്പോൾ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ഒക്കെ ചിലപ്പോൾ അത് ഇതായിട്ട് കളിക്കും. അതായത് ഈ ഒരു ഫോൺ നമ്പർ മാറിയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഇതാക്കും, പിന്നെ ചേഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇതാവും. അപ്പം ജസ്റ്റ് ഒന്നുമില്ല, നമുക്ക് അതിൻ്റെ അപ്രൂവ് ചെയ്യാനുള്ള പിന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇതായിട്ട് വരും. അപ്പോൾ നമ്മളത് ചെയ്താൽ മതി. ആദ്യം ആഡ് ചെയ്യാം, പിന്നെ മാക്സിമം റിവ്യൂസ് എടുക്കുക, ആളുകളെ കൊണ്ട് റിവ്യൂ ചെയ്യിപ്പിക്കുക. അപ്പോൾ നമുക്കത് നല്ലൊരു സംഭവമാണ്. പിന്നെ ഇപ്പൊ നമ്മൾ തന്നെ ഓരോ സംഭവങ്ങൾ നോക്കുമ്പോൾ എന്തെങ്കിലും നോക്കുമ്പോൾ, സപ്പോസ് ഞാൻ ബൊട്ടിക്സ് പെരിന്തൽമണ്ണ, നിങ്ങൾ ഇവിടെ അല്ലേ സ്ഥലം പറഞ്ഞ, മറ്റേ എന്താണ്, എവിടെ? കണ്ണൂർ എവിടെ? ടൗണിൽ തന്നെ? ഇല്ല, വളപട്ടണം എന്ന് പറയും. വളപട്ടണോ? വളപട്ടണം. ആ, ഞാൻ ഇന്നലെ കണ്ണൂർ ആ വഴിക്ക് വന്നിരുന്നു. കാസർഗോഡ് മഞ്ചേശ്വരം വന്നിരുന്നു. ഇതിലേക്ക് പോയിട്ടുണ്ടാവല്ലേ? വളപട്ടണം എങ്ങനെ ട്രെയിന് പോയതാ? ആ, ട്രെയിനിന് വരാം. ഓ, ഇന്നലെ അവിടുന്ന് 3 മണി മുതൽ എനിക്കൊരു ചെറിയൊരു ഫംഗ്ഷൻ ഇതുണ്ടാണ്. അവിടെ 3 മണിക്ക് മഴ തുടങ്ങിയിട്ട് ഇവിടെ രാത്രി 12 മണിക്ക് വീട്ടിലെത്തുന്ന വരെ മഴ. ഇന്നലെ ഫുള്ള് മഴ ഉണ്ടല്ലോ അവിടെ. കണ്ണൂരിൽ നല്ല മഴ തന്നെ. അപ്പോ ബൊട്ടിക്സ് കണ്ണൂർ അടിച്ചു കഴിഞ്ഞാല് ആ കണ്ണൂരിലുള്ള നല്ല ബൊട്ടിക്കുകൾ കാണിക്കുന്നുണ്ടാവും. ഏറ്റവും നല്ല ടോപ്പ് റിവ്യൂ ഉള്ള ബൊട്ടിക്കുകൾ തന്നെ ഇതായിട്ട് വരും. നമുക്കിപ്പോൾ അതിന് സെലക്ട് ചെയ്യാം. 4.5+ ഉള്ള ബൊട്ടിക്കുകൾ ആദ്യം വരിക എന്നുള്ള രൂപത്തിലുണ്ടാവും.
അപ്പോൾ ആ ഒരു രൂപത്തിലാകും. അതെല്ലാം ഫോർ വെച്ചിട്ടുള്ള ഇത് എന്ന രൂപത്തിൽ. അപ്പോൾ അവരുടെ പ്രൊഫൈലൊക്കെ ഉണ്ടാവും. ഇപ്പം നല്ല അടിപൊളിയായിട്ട് ഇതാക്കിയിട്ടുണ്ട്. നല്ല ഫോട്ടോസും നല്ല റിവ്യൂസും 200-ലധികം ആളുകൾ റിവ്യൂ ചെയ്തിരുന്നു. ഫോൺ നമ്പറും പിന്നെ ഇൻസ്റ്റഗ്രാമിന്റെ ലിങ്കും കാര്യങ്ങളും ഇതെല്ലാം കൊടുത്തിട്ടുണ്ടോ. എന്നുവെച്ചാൽ ആളുകൾ സെർച്ച് ചെയ്യുമ്പോൾ നല്ലൊരു ഇത് കിട്ടും. അത് മുഖാന്തരം എന്താണ് നമ്മളെ ഷോപ്പിലേക്ക് ഇതായിട്ട് വരും. ഇനി അതല്ല, സപ്പോസ് ഇവിടെ അവരുടെ ഇൻസ്റ്റഗ്രാം ലിങ്ക് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലേക്ക് പോയി. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ അവര് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഡിസൈനിങ്ങിൽ, അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്റ്റിന്റെ റീലുകൾ കാര്യങ്ങൾ ഇതൊക്കെ ആയിട്ട് കണ്ടോ. നല്ല നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇതാക്കിയിട്ട് നല്ല അടിപൊളി ഷൂട്ട് ചെയ്തിട്ട് നല്ല ഇതാക്കിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോ ഇങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഇതിലുണ്ട്. ഈ കാര്യം ഒരു ബേസിക് സംഭവമാണ് ഒരു ബിസിനസിനെ സംബന്ധിച്ചിട്ട്. അപ്പൊ ചെയ്തു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ. വേറെ എന്തെങ്കിലും ഇതുണ്ടോ? ശരി. ഓക്കെ. അപ്പൊ ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. താങ്ക് യു. ഓക്കെ. ശരി. ഓക്കെ, നാളെ കാണാം.